ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മൈമെൻറ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ PSCയുടെ മത്സര പരീക്ഷകളിൽ എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പിക്കുന്ന ഒരു മേഖലയാണ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെയുള്ള മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എങ്ങനെയാണ്, അതുപോലെ ഇതിന് പ്രതിബിംബം എങ്ങനെയാണ് വരുന്നത്, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ദിശയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ ചോദ്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, PSCയുടെ 10ാം ക്ലാസ് +2 ലെവൽ പ്രിലിംസ് മെയിൻസ് പോലെയുള്ള പരീക്ഷകൾക്ക് വരുന്ന ആവർത്തിച്ച് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 12:10 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എന്താണ്? നമുക്കിവിടെ ട്രഡീഷണലായിട്ട് കുറച്ച് ഇക്വേഷൻ ഉണ്ടല്ലേ, 30H. ഇപ്പോൾ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ 30H - 11/2 m എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്കുണ്ട്. H എന്ന് പറയുന്നതിന് അവറായിട്ട് കൊടുക്കുക, M എന്ന് പറയുന്നതിന് മിനിറ്റായിട്ട് കൊടുക്കുക. ഒട്ടുമുക്കാല ഉദ്യോഗാർത്ഥികളും പഠിച്ചു വെച്ചിരിക്കുന്ന രീതിയും ഇത് തന്നെയായിരിക്കും. നമ്മൾ ഈ പറയുന്ന മെത്തേഡുകളൊന്നും സ്വീകരിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം ഷോർട്ടായിട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ ഉത്തരമെടുക്കാം അത് മാത്രമേ നമ്മളോട് നോക്കുന്നുള്ളൂ. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ചോദ്യത്തിൽ 12:10 എന്ന് പറയുന്ന സമയമാണ് തന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മളൊരു ക്ലോക്ക് പോലും ചിന്തിക്കുക. ഇതിപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നതുകൊണ്ട് വരച്ച് പറയുന്നു, നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കേണ്ട ആവശ്യമേ വരത്തുള്ളൂ. ഇപ്പോൾ കൃത്യമായിട്ട് വരയ്ക്കണമെന്നല്ല, 12, 1, 2, 3 ഇല്ല, ഇതിനകത്ത് വരുന്ന അളവുകളല്ലേ ഉള്ളൂ. 12:10 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി എങ്ങോട്ടായിരിക്കും? 12-ന് നേരെ ആയിരിക്കും. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 2-ന് നേരെ ആയിരിക്കും. നമുക്ക് ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള നമ്പറുകളൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇതിനിടയിൽ 12 മണി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ആംഗിളിൽ ഇങ്ങോട്ടേക്ക് മാറിയിരിക്കും ഇല്ലേ. 12 മണി കഴിയുമ്പോൾ മണിക്കൂർ സൂചി ഒരു അല്പം ഇങ്ങോട്ടേക്ക് നീങ്ങി തുടങ്ങും. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇത്രയും മാത്രം നോക്കുക, മണിക്കൂർ സൂചി ഏത് നമ്പറിന് നേരെയായിരിക്കും, മിനിറ്റ് സൂചി ഏത് നമ്പറിന് നേരെയായിരിക്കും. ഓക്കെ, 12-നും 2-നും നേരെ. ഇതിനിടയിൽ എത്രയാണ്? 2 എന്ന് പറയുന്ന നമ്പറല്ലേ ഉള്ളത്, 2 ഗ്യാപ്പല്ലേ ഉള്ളത്. സോ ആ 2-നെ എന്ത് ചെയ്യുക? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2-ന് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക, ആ ഗ്യാപ്പിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എത്രയെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. ഈ കിട്ടിയതിന് ശേഷം തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതി എടുത്ത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇപ്പോൾ 10-ൻ്റെ പകുതി എന്ന് പറയുന്നത് 5, 60-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 55 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സമയം അത് ഏതൊക്കെ സൂചികൾക്ക് നേരെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ 12-ന് നേരെയാണ്, 10 എന്ന് പറയുമ്പോൾ അത് 2-ന് നേരെയാണ്. സോ ഇവിടെ 2 ഗ്യാപ്പാണുള്ളത്. ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 30 ഇതിന് പിന്നിലുള്ള തിയറി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന എത്ര ഗ്യാപ്പാണെന്ന് നോക്കുക, 2 ഗ്യാപ്പാണ്. സോ ആ 2-നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 60 എന്ന് കിട്ടി. അതിനുശേഷം മിനിറ്റിൻ്റെ പകുതി എടുത്ത് എന്ത് ചെയ്യുക? കുറയ്ക്കുക, 55 ഡിഗ്രി. നമ്മുടെ ആൻസർ കിട്ടി. ഇതിന് പിന്നിലുള്ള ചെറിയൊരു തിയറി ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഒരു ക്ലോക്കിൽ ഒരു സർക്കിളാണ് അല്ലേ, ഒരു മൊത്തം എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയെ 4, 5, 6, 7, 8, 9, 10, 11 ഓക്കെ, 360 ഡിഗ്രിയെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തുല്യമായിട്ടുള്ള 12 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ 360 നമുക്ക് 12 ഭാഗിക്കാം, നമുക്ക് 30 എന്ന് കിട്ടും. അതായത് ഓരോ 2 അക്കങ്ങളുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് ഞാനിവിടെ എന്ത് കൊടുത്തത്? 30 കൊടുത്തത്. സോ 2 പേരുണ്ട്. സോ 30 × 2 60. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഞാൻ എന്തിനിവിടെ മൈനസ് ചെയ്തു? ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് പ്ലസ് വേണ്ടി വരും, ചില ക്വസ്റ്റ്യൻസിൽ മൈനസ് വേണ്ടി വരും. അതെങ്ങനെ തിരിച്ചറിയാം? നോക്കിയേ, 12 മണി എന്ന് പറയുമ്പോൾ ക്ലോക്കിലെ സൂചി 2ഉം 1-ന് പുറത്ത് 1 കറക്റ്റ് 12-ന് നേരെ ആയിരിക്കും നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി ഇത്രയും ദൂരം സഞ്ചരിക്കും. മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നതിനോടൊപ്പം തന്നെ മണിക്കൂർ സൂചിയും ചെറിയ രീതിയിൽ സഞ്ചരിച്ച് തുടങ്ങും ഇല്ലേ. അപ്പോൾ കറക്റ്റ് 12-ന് നേരെ അല്ല ഇപ്പോൾ നിൽക്കുന്നത്, 12-നേക്കാളും ഒരല്പം കുറഞ്ഞാണ് നിൽക്കുന്നത്, 12 കഴിഞ്ഞ് ഒരല്പം കഴിഞ്ഞാണ് നിൽക്കുന്നത് ഇല്ലേ. അപ്പോൾ 2-ന് നേരെയാണ് എന്ത് ചെയ്യുന്നത്? മിനിറ്റ് സൂചി നിൽക്കുന്നത്. പക്ഷേ മണിക്കൂർ സൂചി 12-ന് നേരെ അല്ല, ഒരല്പം ഇങ്ങോട്ടേക്ക് മാറിയാണ് നിൽക്കുന്നത്. സോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ മൊത്തമാണ് 60 ഡിഗ്രി എന്ന് പറഞ്ഞത്. ഇത്രയും ആംഗിൾ എനിക്ക് ആവശ്യമില്ല. അതാണ് മിനിറ്റിൻ്റെ പകുതി എന്ന് പറഞ്ഞ 5 ഞാനിവിടെ കുറച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലോക്കിലെ സൂചി എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. അതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 3:30 PM എങ്കിൽ അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? നമുക്കിവിടെ
വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കുക ഏതൊക്കെ സംഖ്യകൾക്ക് നേരെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഏതൊക്കെ സംഖ്യകൾക്ക് നേരെയാണ് നിൽക്കുന്നത് നോക്കുക. 3 30 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 3-ന് നേരെയായിരിക്കും ഒരു സൂചി, 30-ന് നേരെയായിരിക്കും അടുത്ത സൂചി. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ 6-ന്. ഓക്കെ, 3 30 എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇവിടെ 4 ഉണ്ട്, 5 ഉണ്ട്. എത്ര ഗ്യാപ്പുണ്ട്? 3 ഗ്യാപ്പുണ്ട് അല്ലേ? അപ്പോൾ 3 × 30 = 90 എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ, 3 മണിക്ക് ഈ സൂചി ഇങ്ങനെ നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞ് 3:30 ആകുമ്പോൾ മിനിറ്റ് സൂചി ട്രാവൽ ചെയ്ത് ഇത്രയും ദൂരം എത്തി. അപ്പോൾ മണിക്കൂർ സൂചിയും ഒരല്പം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരത്തില്ലേ? അപ്പോൾ ഇവിടെ ഈ 90 ഡിഗ്രിയും ആക്ച്വലി എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അവിടെ നിന്ന് ഇത്രയും ഡിഗ്രി കുറവല്ലേ? അതിനെന്ത് ചെയ്താൽ മതി? 30-ൻ്റെ പകുതി 15. 15-നെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. 90-ൽ നിന്ന് 15 പോകുമ്പോൾ 75 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ആ കുറഞ്ഞ ആ ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്നയ്ക്കുന്ന മിനിറ്റിൻ്റെ പകുതി എടുത്ത് കുറയ്ക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. തന്നയ്ക്കുന്ന മിനിറ്റും മണിക്കൂറും ഏതൊക്കെ നമ്പറിന് നേരെയാണ് നിൽക്കുന്നത് നോക്കുക. അവർക്കിടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക, × 30 ചെയ്യുക. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് എന്ത് ചെയ്യുക? മിനിറ്റിൻ്റെ പകുതി എടുത്ത് കുറയ്ക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ചോദ്യത്തിലേക്ക് പോകാം. കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലോക്കിലെ സമയം 12:15 കാണിക്കുന്നു. ശരിയായ സമയം എത്ര? ഇവിടെ മിറർ ഇമേജ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ മിറർ ഇമേജ് തന്നിട്ട് ശരിക്കുമുള്ള ഇമേജ് എടുക്കാനായിട്ട് 2 തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ശരിക്കും കണ്ണാടിയുണ്ട്, കണ്ണാടിയിലെ പ്രതിബിംബം, ശരിക്കും ക്ലോക്കുണ്ട്, കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? അതുപോലെ കണ്ണാടിയിലെ പ്രതിബിംബം തന്നിട്ടുണ്ട്, ക്ലോക്കിലെ ശരിക്കുള്ള സമയം എത്ര? എങ്ങനെ ചോദിച്ചാലും 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 2 നമ്പേഴ്സാണ്. ഒന്ന് 23:60 23:60 എന്ന് പറയുന്ന സംഖ്യയും 11:60 എന്ന് പറയുന്ന സംഖ്യയും. ഓക്കെ, 2 സംഖ്യകൾ ഓർമ്മിച്ചിരിക്കുക. 23:60, 23 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ. ഓക്കെ, 23:60 എന്ന് ഓർമ്മിച്ചിരിക്കുക. അതുപോലെ 11:60 എന്ന് ഓർമ്മിച്ചിരിക്കുക. മിറർ ഇമേജ് കാണാനായിട്ട് പറയുന്ന ചോദ്യങ്ങളിൽ തന്നിരിക്കുന്ന സമയം 11:60-നേക്കാളും കൂടുതലാണെങ്കിൽ 11:60-ന് മേളിലുള്ള ഒരു നമ്പറാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 23:60-ൽ നിന്ന് അതിനെ കുറയ്ക്കുക. ഇതിന് 11:60-നേക്കാളും താഴെയുള്ള ഒരു സംഖ്യയാണ് തന്നിരിക്കുന്നതെങ്കിൽ 11:60-ൽ നിന്ന് അതിനെ കുറയ്ക്കുക. ഇവിടെ നമ്മൾ ചോദ്യം നോക്കിയേ, ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലോക്കിലെ സമയം എത്രയാണ്? 12:15 ആണ്. അപ്പോൾ 12:15 എന്ന് പറയുന്ന സംഖ്യ 11:60-നേക്കാളും വലുതല്ലേ? ഇവിടെ 11 അല്ലേ, ഇവിടെ 12 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ 12:15-നെ 23:60-ൽ നിന്ന് കുറയ്ക്കുക. 60-ൽ നിന്ന് 15 പോയാൽ 45, 23-ൽ നിന്ന് 12 പോയാൽ 11. സോ എൻ്റെ ആൻസർ 11:45. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ 2 നമ്പർ മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. എപ്പോൾ ഏത് ഉപയോഗിക്കുന്ന അറിഞ്ഞിരിക്കുക. തന്നിരിക്കുന്ന ചോദ്യം 11:60-നേക്കാളും വലുതാണെങ്കിൽ 23:60-ൽ നിന്ന് കുറയ്ക്കുക. 11:60-നേക്കാളും ചെറുതാണെങ്കിൽ 11:60-ൽ നിന്ന് കുറയ്ക്കുക. നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം. ഒരു ക്ലോക്കിലെ സമയം 4:40 മണിയാണ്. ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എന്ത്? തന്നിരിക്കുന്ന സമയം എത്രയാണ്? 4:40. 11:60-നേക്കാളും കുറഞ്ഞ സമയമല്ലേ? 11:60-നേക്കാളും ചെറിയ സമയമല്ലേ തന്നിരിക്കുന്നത്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 11:60-ൽ നിന്നും 4:40-നെ കുറച്ചാൽ മതി. 0, 2, 11 നിന്ന് 4 പോയാൽ 7. സോ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 7:20. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 4:15 മണിയാണ്. ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എന്ത്? തന്നിരിക്കുന്ന സമയം നോക്കുക, 4:15. 4:15 എന്ന് പറയുന്നത് 11:60-നേക്കാളും ചെറിയ സംഖ്യയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? 11:60-ൽ നിന്ന് 4:15-നെ കുറയ്ക്കുക. 60-ൽ നിന്ന് 15 കുറച്ചാൽ 45, 11 4 കുറച്ചാൽ 7. സോ 7:45 എന്ന് കിട്ടും. ഓക്കെ, 7:45 സമയമാണ് തന്നിരുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഈ 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്ന് ആംഗിൾ കണ്ടുപിടിക്കാനും, 2 മിറർ ഇമേജ് കണ്ടുപിടിക്കാനായിട്ടും. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സമയം, ആ സമയത്തിൽ ജസ്റ്റ് ഒരു ക്ലോക്കിൽ ചിന്തിക്കുക, അതിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക. ആ ഗ്യാപ്പുകളെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മിനിറ്റിൻ്റെ പകുതി എടുത്ത് കുറയ്ക്കുക. ഓക്കെ, രണ്ടാമതായിട്ട് മിറർ ഇമേജ് കാണാനായിട്ട് 11:60-നേക്കാളും വലിയ സംഖ്യയാണെങ്കിൽ 23:60-ൽ നിന്ന് കുറയ്ക്കുക. 11:60-നേക്കാളും ചെറിയ സംഖ്യയാണെങ്കിൽ 11:60-ൽ നിന്ന് കുറയ്ക്കുക.
ഓക്കെ, നമുക്കിനി കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാം. ഒരു ലീപ്പ് വർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ ഉണ്ടാകുവാനുള്ള സാധ്യത എത്രയാണ്? ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു സാധാരണ വർഷത്തിൽ 53 ചൊവ്വ വരാനുള്ള സാധ്യത എത്ര? അതുപോലെ തന്നെ അതിവർഷത്തിൽ ലീപ്പ് ഇയറിനെ അതിവർഷം എന്ന് പറയും. ലീപ്പ് ഇയറിൽ 53 ചൊവ്വയോ ബുധനോ വരാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ഇവിടെ നോക്കിയേ, സാധാരണ വർഷം എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ്? 365 ദിവസം. അതിവർഷം എന്ന് പറയുമ്പോൾ 366 ദിവസം. നമുക്കറിയാം ഒരാഴ്ചയിൽ 7 ദിവസമാണ്. സോ ഈ 360 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര എന്ന് വരും? 1 എന്ന് വരും. ഇവിടെയാണെങ്കിൽ റിമൈൻഡർ എത്ര എന്ന് വരും? 2 എന്ന് വരും. നമ്മളെല്ലാ ബേസിക് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതാണ്. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്പറിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. തന്നിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം വരുന്ന റിമൈൻഡർ എത്രയാണെന്ന് മാത്രം നോക്കുക. അത്രയും മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു സാധാരണ വർഷത്തിൽ 53 തിങ്കൾ മൺഡേ വരാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മിച്ചം എത്ര ദിവസമുണ്ട്? ഒരു ദിവസമല്ലേ? നോർമലി എങ്ങനെയാണ് വരുന്നത്? 52 കംപ്ലീറ്റ് ആഴ്ച വരും, അത് ഉറപ്പാണ്. അതിന് പുറമെയാണ് ഈ ഒരു എക്സ്ട്രാ ദിവസം ഉള്ളത്. അത് തിങ്കളാവാനുള്ള സാധ്യത എത്രയാണ്? ഒരു ദിവസമല്ലേ എക്സ്ട്രാ ഉള്ളൂ. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം. 1/7. കാണാതെ പഠിച്ചു വയ്ക്കാൻ പറ്റും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സാധാരണ വർഷത്തിൽ 53 തിങ്കൾ വരാനുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ 1/7. 53 ചൊവ്വ വരാനുള്ള സാധ്യത ചോദിച്ചാലും 1/7. 53 വ്യാഴം വരാനുള്ള സാധ്യത ചോദിച്ചാലും 1/7. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം അതിവർഷമാണെങ്കിൽ അതിവർഷത്തിൻ്റെ ചോദ്യം 2 തരത്തിൽ വരാം. അതും ഈ ചോദ്യം ശ്രദ്ധിക്കുക, 53 ചൊവ്വയോ ബുധനോ. ചില ചോദ്യത്തിൽ 53 ചൊവ്വയും ബുധനും എന്ന് പറഞ്ഞും വരാം. മൺഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. നമുക്കറിയാം ലീപ്പ് ഇയർ ആണ്, അതിവർഷമാണ്. മിച്ചം എത്ര ദിവസം കാണും? 2 ദിവസം കാണും. ഈ 2 ദിവസം എന്ന് പറയുന്നത് എന്തായാലും അടുത്തുള്ള ദിവസങ്ങളല്ലേ ആകത്തുള്ളൂ. സൺഡേ മൺഡേ ആവാം, മൺഡേ ട്യൂസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം, ഫ്രൈഡേ സാറ്റർഡേ ആവാം, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആവാം. ഓക്കെ, അപ്പോൾ 53 ചൊവ്വയോ ബുധനോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചൊവ്വയോ ബുധനോ. അപ്പോൾ ഒന്നുകിൽ 53 ചൊവ്വ വരണം, അല്ലെങ്കിൽ 53 ബുധൻ വരണം. അപ്പോൾ എക്സ്ട്രാ വരുന്ന 53 ചൊവ്വ വരുന്ന 2 കണ്ടീഷൻ ഉണ്ട് ഇല്ലേ? മൺഡേ ട്യൂസ്ഡേയിലും ചൊവ്വ വരാം, ട്യൂസ്ഡേ വെനസ്ഡേയിലും ചൊവ്വ വരാം. അതുപോലെ ബുധൻ വരാനുള്ള സാധ്യത എത്രയാണ്? ട്യൂസ്ഡേ വെനസ്ഡേയിലും ബുധൻ വരാം, വെനസ്ഡേ തേഴ്സ്ഡേയിലും ബുധൻ വരാം. അപ്പോൾ എനിക്കിവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? 3 പോസിബിലിറ്റി ഉണ്ട്. ആകെ എത്ര ദിവസം ഒരാഴ്ചയിലുള്ളത്? 7 ദിവസം. സോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3/7. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനി ചോദ്യം ഇങ്ങനെയായിരുന്നു കരുതുക, 53 ചൊവ്വയും ബുധനും. ഓക്കെ, മസ്റ്റായിട്ട് 53 ചൊവ്വയും വരണം, 53 ബുധനും വരണം. അങ്ങനെയെങ്കിൽ ഓക്കെ, ഇവിടെ ചൊവ്വയും ബുധനും വരുന്ന ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആൻസർ എന്തായിട്ട് വരും? 1/7 ആയിട്ട് വരും. ലീപ്പ് ഇയറിൻ്റെ ചോദ്യങ്ങൾ തെറ്റിക്കരുത്. കാണാതെ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നെങ്കിൽ കാണാതെ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇവിടെ വരുന്ന വാക്കുകളുടെ മീനിങ് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1994 നവംബർ 3 വ്യാഴാഴ്ചയാണ്. 1995 മാർച്ച് 20 ഏത് ദിവസമായിരുന്നു? അപ്പോൾ തന്നേക്കുന്ന കണ്ടീഷൻ 94 നവംബർ 3 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. ഇത് കഴിഞ്ഞ് ഈ തന്നിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് ഇനി കണ്ടുപിടിക്കേണ്ട ഡേറ്റ് വരെ എത്ര ദിവസം ഉണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നോക്കിയേ, 1994 നവംബർ 3 തൊട്ടടുത്ത വർഷമാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇവിടെ 94 എന്ന് പറയുന്ന വർഷം ഞാൻ എഴുതി. അവിടെ നമുക്ക് തന്നിട്ടുള്ളത് നവംബർ മാസമാണ്. അടുത്തായിട്ട് ഡിസംബർ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ജനുവരി ആവും. ഏതിലേക്ക് എത്തും? 95 എന്ന് പറയുന്ന വർഷത്തിലേക്ക് എത്തും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, കണ്ടുപിടിക്കേണ്ട മാസം വരെ എത്തി. ഇനി ഇവിടെ നോക്കിയേ, നവംബർ 3 എന്ന് പറയുന്ന ദിവസമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നവംബറിൽ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ വിരൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. നവംബർ എന്ന് പറയുമ്പോൾ എത്ര ദിവസം വരും? 30 ദിവസം വരും ഇല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ,
ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്ന് പറയുമ്പോൾ താഴ്ന്നിരിക്കുന്നിടത്ത് കൗണ്ട് ചെയ്യുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. ഉയർന്നിരിക്കുന്നിടത്ത് കൗണ്ട് ചെയ്യുന്നത് 31 ദിവസമായിരിക്കും. സോ നവംബറിൽ ആകെപ്പാടെ 30 ദിവസമാണുള്ളത്. അതിൽ 3 ദിവസം ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഇനി എത്ര ദിവസമുണ്ട്? 27 ദിവസമുണ്ട്. ഡിസംബറിൽ 31 ദിവസം ഉണ്ടെന്ന് അറിയാം. ജനുവരിയിൽ 31 ഉണ്ട്. ഫെബ്രുവരിയിലെ കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക. തന്നയ്ക്കുന്ന വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ദിവസം കാണും, ഇല്ല എങ്കിൽ 28. ഇവിടെ ഫെബ്രുവരി 95 അത്ര 95 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. 95 എന്ന് പറയുന്ന സംഖ്യ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പോൾ ഇതെന്തല്ല? ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ എന്ന് പറയുന്ന വർഷങ്ങൾ എപ്പോഴും എന്തായിരിക്കും? 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ 95 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ ഫെബ്രുവരിയിൽ എത്ര ദിവസമേ കാണത്തുള്ളൂ? 28 ദിവസം. മാർച്ചിൽ സാധാരണഗതിയിൽ 31 ദിവസമുണ്ട്. പക്ഷേ മാർച്ച് 20 എൻ്റെ ചോദ്യം. അപ്പോൾ 20 ദിവസം വരെ നമ്മൾ കൗണ്ട് ചെയ്താൽ മതി. ഇനി നോക്കുക, ഇതിനെല്ലാം 7 കൊണ്ട് ഭാഗിക്കുക, റിമൈൻഡറിൽ എടുക്കുക. 27നെ 7 കൊണ്ട് ഭാഗിച്ചാൽ 21 വരെ പോകില്ലേ? 3 പ്രാവശ്യം 21. മിച്ചം എത്രയാണ്? 6. റിമൈൻഡർ 6. ഇവിടെ 4 പ്രാവശ്യം 28, 29, 30, 31. മിച്ചം 3. ഇവിടെയും മിച്ചം 3. ഇവിടെ മിച്ചമൊന്നുമില്ല. 28 കംപ്ലീറ്റ് ആയി ഡിവൈഡായി പോകും. ഇവിടെ 20. റിമൈൻഡർ എത്ര വരും? 6 വരും. ഓക്കെ അല്ലേ? ഈ റിമൈൻഡറിലേക്ക് കൂട്ടുക. 6ഉം 3ഉം 9, 9ഉം 3ഉം 6, 3, 9, 9, 3, 12, 12ഉം 6ഉം 18 എനിക്ക് റിമൈൻഡറായിട്ട് കിട്ടിയത്. ഈ 18നെ വീണ്ടും 7 കൊണ്ട് വായിക്കുക. 7 കൊണ്ട് വായിക്കുമ്പോൾ 1 7 2 7 14. അപ്പോൾ 14 വരെ പോകും. പിന്നെ 15, 16, 17, 18, 4 മിച്ചമുണ്ടല്ലേ? അപ്പോൾ ഫൈനൽ വരുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 4. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്ന ദിവസം ഏതാണ്? വ്യാഴം. വ്യാഴത്തിനോട് 4 കൂട്ടിയാൽ മതി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ. അപ്പോൾ തിങ്കളാഴ്ചയാണ് ശരി ഉത്തരം. 1995 മാർച്ച് 20 എന്ന് പറയുന്നത് എന്തായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. കൗണ്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഡേറ്റിനും കണ്ടുപിടിക്കേണ്ട ഡേറ്റിനും ഇടയിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കുക. ആ ദിവസത്തിനെ എല്ലാം കൂടെ ആദ്യമേ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുത്തിട്ട് കൂട്ടാം. അല്ലെങ്കിൽ 27, 31 എല്ലാ നമ്പറും കൂട്ടിയിട്ട് റിമൈൻഡർ എടുക്കാം. എങ്ങനെ ചെയ്താലും ആൻസർ എന്തേ വരത്തുള്ളൂ? റിമൈൻഡർ 4 വരത്തുള്ളൂ. അവസാനം 4 കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന ദിവസത്തിനോട് 4 ദിവസം കൂട്ടിയാൽ കിട്ടുന്ന ദിവസം ഏതാണെന്ന് എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച ആയാൽ 2020 മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണ്? നമുക്ക് എളുപ്പമുള്ള ഡേറ്റുകളാണ് തന്നിരിക്കുന്നത്. 20ഉം 20, രണ്ടും 20 തന്നെയാണ്. ഫെബ്രുവരി മാസം തൊട്ടടുത്തടുത്ത മാസങ്ങളുമാണ്. 2020 എന്ന് പറയുന്നത് എന്താണ്? ലീപ്പ് ഇയർ ആണ്. അപ്പോൾ കാരണം 20 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ എത്ര ദിവസം കാണും? ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ കാണും. അതിൽ 1-ാം തീയതി ഇവിടെ ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ബാക്കി എത്ര ദിവസമേ ഉള്ളൂ? 28 ദിവസം ഇനി ബാക്കിയുണ്ട്. ഇനി ബാക്കിയുള്ള ദിവസം കൗണ്ട് ചെയ്താൽ മതി. അതുപോലെ തൊട്ടടുത്ത മാസമാണ് മാർച്ച്. മാർച്ചിൽ ഏതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്? 1-ാം തീയതി. 1-ാം തീയതി വരുമ്പോൾ ഒരു ദിവസമേ ഉള്ളൂ. സോ 28 1 ആകെ എത്ര ദിവസമുണ്ട്? 29 ദിവസമുണ്ട്. 29നെ 7 കൊണ്ട് ഭാഗിക്കുക. 28 വരെ കംപ്ലീറ്റ് ആയി ഡിവൈഡായി പോകും. റിമൈൻഡർ എത്ര കിട്ടും? 1. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 1, ശിഷ്ടം എന്ന് പറയുന്നത് 1. അതായത് തന്നിട്ടുള്ള ദിവസത്തിനോട് എന്ത് ചെയ്താൽ മതി? 1 കൂട്ടിയാൽ മതി. ശനിയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഏതായിരിക്കും? ഞായർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ. അടുത്ത കലണ്ടറിലെ കുറച്ച് ട്രിക്കി ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഒരു മാസത്തിലെ 3-ാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുൻപാണ്. അപ്പോൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ. ഒരു മാസത്തിലെ 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത്, 3-ാമത്തെ ദിവസം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുൻപാണ്. ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ സാറ്റർഡേ, ഫ്രൈഡേ. ഓക്കെ. അപ്പോൾ 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഫ്രൈഡേ. അങ്ങനെയെങ്കിൽ ആ മാസത്തെ 26-ാം ദിവസം ഏത് ദിവസമായിരിക്കും? 26-ാമത്തെ ദിവസമാണ് ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. 3 കഴിഞ്ഞ് 26 വരെ എത്ര ദിവസമുണ്ട്? 26-ൽ നിന്ന് 3 കുറച്ചാൽ പോരെ? 23 ദിവസമുണ്ട്. അപ്പോൾ 23 ഡേയ്സ് ഇതിൻ്റെ ഇടയിലുണ്ട്. 23-നെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്ര എന്ന് കിട്ടും? 2 എന്ന് കിട്ടും ഇല്ലേ? 7 3 പ്രാവശ്യം 21, മിച്ചം 22, 23, 2 മിച്ചം വരും. ആ 2 എന്ന് പറയുന്ന റിമൈൻഡർ. അപ്പോൾ തന്നിരിക്കുന്ന ദിവസത്തോട് 2 കൂട്ടിയാൽ മതി. ഫ്രൈഡേയോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? സാറ്റർഡേ, സൺഡേ. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൺഡേ. എളുപ്പമല്ലേ? ഇതേ മോഡൽ നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കി നോക്കാം. ഒരു മാസത്തിലെ 3-ാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 3 ദിവസം മുൻപായിരുന്നെങ്കിൽ
ഒരു മാസത്തിലെ 3-ാമത്തെ ദിവസം, തേർഡ് ഡേ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഞായറാഴ്ചയ്ക്ക് 3 ദിവസം മുൻപാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, ഞായറാഴ്ചയ്ക്ക് 3 ദിവസം മുൻപെന്ന് പറയുമ്പോൾ സൺഡേ 1, 2, 3 അതെന്നായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും അല്ലേ? തേഴ്സ്ഡേ. ആ മാസത്തിലെ 27-ാം ദിവസം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 3-ാം ദിവസം എനിക്കറിയാം, 27-ാം ദിവസം കണ്ടുപിടിക്കണം. 3 കഴിഞ്ഞ് 27 വരെ എത്ര ദിവസമുണ്ട്? 27-ന് 3 കുറച്ചാൽ പോരെ? 24 ദിവസങ്ങളുണ്ട് ഇതിനിടയിൽ. 24-നെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എപ്പോഴും 7 തന്നെയാണ് വരുന്നത് കലണ്ടറിലെ എല്ലാ ചോദ്യങ്ങളിലും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം 21, 22, 23, 24. പിന്നെ മിച്ചം എത്ര തന്നെ വരും? റിമൈൻഡർ 3 കിട്ടും. ഓക്കെ, ഈ റിമൈൻഡർ കിട്ടിയത് ഡൗട്ടുള്ളവർക്ക് എന്ത് ചെയ്യുക? സാധാരണ ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ മതി. 7, 3, 7, 21, മിച്ചം എത്രയാണ്? 3. ഇവിടെ വരുന്ന ഈ മിച്ചമാണ് എന്ത്? റിമൈൻഡർ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും സമയം എഴുതിയത്. അപ്പോൾ റിമൈൻഡർ 3. അതേ തന്നിട്ടുള്ള ദിവസത്തോടെ എന്ത് കൂട്ടിയാൽ മതി? ഒരു 3 ദിവസം കൂട്ടിയാൽ മതി. അപ്പോൾ വ്യാഴമല്ലേ ഉള്ളത്? 1, 2, 3. വീണ്ടും എത്ര തന്നെ വരും? സൺഡേ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ബ്ലഡ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഫോബിയുടെ അമ്മായിയമ്മയാണ് റൈച്ചൽ, ഫോബി റോസിൻ്റെ നാത്തൂനാണ് എന്ന് പറഞ്ഞിട്ട് കുറേ റിലേഷൻസ് അവർ തന്നിട്ടുണ്ട്. ഇവിടെ പൊതുവെ എല്ലാ ആൾക്കാരും തെറ്റിക്കുന്ന ഒരു ടൈപ്പ് എന്ന് ചോദ്യം നമുക്കൊന്ന് പറയാം. അല്ല എങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്ത 3. അതായത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടത്, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ബ്ലഡ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ ക്ലോക്കും കലണ്ടറും നമുക്ക് സെറ്റാണ്. ഇനി ബ്ലഡ് റിലേഷൻ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഐഡൻറ്റിഫിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ പല പല ജനറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. വേറൊന്നുമില്ല. ഇപ്പോൾ അച്ഛനമ്മ എന്ന് പറയുന്ന ഒരു ജനറേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് മക്കൾ എന്ന് പറയുമ്പോൾ മക്കൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ അടുത്തൊരു ജനറേഷൻ ആയിരിക്കും. അപ്പോൾ അതിന് അടുത്തൊരു ലെയറായിട്ട് എഴുതുക. അവരുടെ മക്കളെന്ന് പറയുമ്പോൾ വീണ്ടും അടുത്ത ജനറേഷനാണ്. സോ അത് അടുത്ത ലെയറായിട്ട് എഴുതുക. ഇങ്ങനെ ഓരോ ജനറേഷൻസിനെ ഓരോ ലെയറുകളായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അതൊന്നാമത്. രണ്ടാമതായിട്ട് തന്നയ്ക്കുന്നതിനകത്ത് മെന്നിന്, പുരുഷന്മാരെ എന്ത് ചെയ്യുക? പോസിറ്റീവ് ചിഹ്നമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അതുപോലെ സ്ത്രീകൾക്ക് നെഗറ്റീവ് കൊടുക്കുക. അല്ലെങ്കിൽ മെന്നിന് സ്ക്വയർ കൊടുക്കുക, ഫീമെയിലിന് റൗണ്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളിനെ നമ്മളൊരു രീതി അങ്ങ് വെക്കുക. നമ്മുടേതായിട്ടൊരു രീതി എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ അതെന്ത് ചെയ്യരുത്? മാറ്റരുത്. അത് തന്നെ നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെന്നിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോസിറ്റീവ്, ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നെഗറ്റീവ്. അതുപോലെ ബാക്കി റിലേഷൻസ് എല്ലാം ലെയറായിട്ട് എഴുതും. പിന്നെ ഒരു കാര്യം കൂടി, ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക? 2 വരെയായിട്ട് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തൊരു 6 ആക്ട് ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഫോബിയുടെ അമ്മായിയമ്മയാണ് റൈച്ചൽ. ആദ്യമായിട്ട് ഈ മൊത്തം പേര് എഴുതുന്ന പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാനിതിന് ചെറിയ റെറ്ററായി കൊടുത്തു. ഫോബിക്ക് F എടുക്കാം, റൈച്ചലിന് R എന്ന് എടുക്കാം. അടുത്തായിട്ട് റോസിന് RO എന്ന് കൊടുക്കാം. ചാൻഡലർ C എടുക്കാം. ജോയ്ക്ക് J കൊടുക്കാം. വേറെ ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫോബിയുടെ അമ്മായിയമ്മയാണ് റൈച്ചൽ. ഫോബി എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ പേരല്ലേ? അപ്പോൾ ഫോബിയുടെ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ. ഓക്കെ, ഇതും സ്ത്രീയാണ്, ഇതും സ്ത്രീയാണ്. സോ 2 നെഗറ്റീവ് കൊടുത്തു. അപ്പോൾ ഇതെന്തായിരിക്കും? എന്തായാലും മെയിലായിരിക്കും അല്ലേ? ഇത് ഭാര്യ എന്ന് പറയുമ്പോൾ ഇത് ഭർത്താവ്. അടുത്തായിട്ട് ഫോബി റോസിൻ്റെ നാത്തൂനാണ്. നാത്തൂൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭർത്താവിൻ്റെ സഹോദരി അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യ. അപ്പോൾ ഫോബി റോസിൻ്റെ നാത്തൂനാണ്. അപ്പോൾ ഇയാൾക്കൊരു സഹോദരി ഉണ്ടായിരിക്കും, അത് റോസ് എന്ന് പറയും. നെഗറ്റീവ് കൊടുത്തു, സ്ത്രീയാണ്. സോ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? നാത്തൂനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ചാൻഡലർ ജോയിയുടെ അച്ഛനുമാണ്, റോസിൻ്റെ ഒരേ ഒരു സഹോദരനാണ്. അപ്പോൾ ചാൻഡലർ എന്ന് പറയുന്ന ആൾ, ഇവിടെ കോമയിൽ ഇട്ടേക്കുന്നത് ചാൻഡലർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് 2 കണക്ഷനും പറഞ്ഞേക്കുന്നത്. ജോയിയുടെ അച്ഛനുമാണ്, അതേസമയം റോസിൻ്റെ ഒരേ ഒരു സഹോദരനാണ്. റോസിൻ്റെ ഒരേ ഒരു സഹോദരൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആര് വരും? ചാൻഡലർ വരും. ഇതേ ചാൻഡലർ ജോയിയുടെ അച്ഛനാണ്. അപ്പോൾ ഇയാളുടെ മകനായിരിക്കും എന്ത്? ജോയ്. മകൻ എന്ന് പറയുമ്പോൾ ഇവരല്ലേ ഭാര്യയും ഭർത്താവും. അപ്പോൾ ഇവരുടെ മകനാണ് ജോയ്. ഓക്കെ, തന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് നോക്കുക, എന്ത് ബന്ധമാണ് റൈച്ചലിന് റോസിനോടുള്ളത്? റൈച്ചലും റോസും തമ്മിലുള്ള ബന്ധം നോക്കിയേ. റോസിൻ്റെ സഹോദരൻ്റെ അമ്മയാണ് റൈച്ചൽ എന്ന് പറയുമ്പോൾ റോസിൻ്റെ അമ്മയിലെ റൈച്ചൽ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, അമ്മ. ഇത്രയേ ഉള്ളൂ. റൈച്ചലിന് റോസിനോട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് റോസിൻ്റെ ആരാണ് റൈച്ചൽ എന്നാണ് ചിന്തിക്കേണ്ടത്, തിരിച്ചാണ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് 1-2 ചോദ്യങ്ങളോട് നോക്കാം. എ ബിയുടെ സഹോദരിയാണ്. ഇവിടെ എയും ബിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ജസ്റ്റ് ഡയറക്റ്റ് എഴുതി പോയാൽ മതി. എയും ബിയും സഹോദരിയാണ്. എ ബിയുടെ സഹോദരിയാണ്.
എ ബിയുടെ സഹോദരിയാണ്. അപ്പോൾ എ ആണ് നെഗറ്റീവ്. എ എന്ന് പറയുന്നത് സഹോദരി. ഇപ്പോൾ സ്ത്രീ വന്നതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഏത് വേണോ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ സ്ത്രീകൾക്ക് പോസിറ്റീവ്, മെന്നിന് നെഗറ്റീവ്, അങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അടുത്തായിട്ട് ബിയുടെ പിതാവാണ് സി. ബിയുടെ പിതാവാണ് സി, പിതാവ് പോസിറ്റീവ്. ഇനി സിയുടെ അമ്മയാണ് ഡി. സിയുടെ അമ്മയാണ് ഡി, അമ്മയാണ് -2. എങ്കിൽ എങ്ങനെയാണ് എ ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? അതായത് ഡിയുടെ ആരാണ് എ? ഡിയുടെ മകൻ്റെ മകനാണ് ബി. അല്ല, ബിയുടെ ജെൻഡർ പറഞ്ഞിട്ടില്ല. മകനോ മകളോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇവർ രണ്ടുപേരും സിയുടെ മക്കളാണ്. സോ ഡിയുടെ മകൻ്റെ മക്കളിൽ ഒരാളാണ്. അപ്പോൾ കൊച്ചുമകൾ ഡിയുടെ, ഇത് നെഗറ്റീവ് അല്ലേ? അപ്പോൾ നെഗറ്റീവിന് ഞാൻ ഫീമെയിലായിട്ടല്ലേ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഡിയുടെ കൊച്ചുമകളാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കുടുംബത്തിൽ 7 അംഗങ്ങളുണ്ട്. പിയുടെ മകളാണ് ക്യൂ, ആറിൻ്റെ സഹോദരനാണ് ബി. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. പകരം എഴുതി തുടങ്ങുമ്പോൾ ഒരു കാര്യം നോക്കുക, ഏറ്റവും കൂടുതൽ തവണ കണക്ട് ചെയ്തിരിക്കുന്നത് ആരെയാണെന്ന് നോക്കുക. അല്ലാതെ വെറുതെ ഇവിടെ ആദ്യം പി എന്ന് പറഞ്ഞ് പിയിൽ എഴുതി തുടങ്ങരുത്. ചിലപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പ്രയാസം വരും. ഏറ്റവും കൂടുതൽ കണക്ഷൻ ആർക്കാണുള്ളത്? ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണുന്ന ലെറ്റർ എന്ന് പറയുന്നത് ബി ആണില്ലേ? ഇവിടെയും ബി, ഇവിടെയും ബി, ബി 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 എല്ലായിടത്തും ബി ഉണ്ട്. അപ്പോൾ ഞാൻ ബിയിൽ നിന്ന് തുടങ്ങുവാണ്. സോ ബി ഞാൻ ആദ്യം എഴുതി. ആറിൻ്റെ സഹോദരനാണ് ബി. ആറിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ സഹോദരനാണ് ബി. ബി സഹോദരനാണ്, അപ്പോൾ ബി പോസിറ്റീവ്, ബി ആണാണ്. അടുത്തതായിട്ട് എയുമായി ബി വിവാഹിതനാണ്. അപ്പോൾ ബിയുടെ ഭാര്യയാണ് എ. ഓക്കെ, അടുത്തതായിട്ട് ക്യൂവിൻ്റെ അമ്മാവനാണ് ബി. ക്യൂവിൻ്റെ അമ്മാവൻ. അമ്മാവൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സഹോദരങ്ങളുടെ മക്കൾക്കല്ലേ അമ്മാവനാവുന്നത്. ബിക്ക് ഇവിടെ ഒരു സഹോദരനുണ്ട്, സഹോദരനോ സഹോദരിയോ ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു മകൻ കാണും. ആരാണ്? ക്യൂ. സോ എങ്കിലല്ലേ ബി അമ്മാവനാവത്തുള്ളൂ. അത് പി എന്ന് പറയുന്ന വിവാഹം കഴിച്ചിട്ടുണ്ട്. ആരെയാണെന്ന് എനിക്ക് അറിയത്തില്ല, അത് പിന്നീട് നമുക്ക് എഴുതാം. അതായത് പിയുടെ മകളാണ് ക്യൂ എന്ന് ഒന്നാമത്തെ ഉണ്ട്. പിയുടെ മകളാണ് ക്യൂ. സോ പിയുടെ മകളാണ് ക്യൂ, മകൾ. അപ്പോൾ നെഗറ്റീവ് കൊടുത്തു. ഇനി ആറിൻ്റെ സഹോദരനാണ് ബി. നമ്മൾ എഴുതി ഇല്ല, ആറിൻ്റെ സഹോദരനാണ് ബി. ഇവിടെ ആറാണ്, ആറിൻ്റെ സഹോദരനാണ് ബി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആറിൻ്റെ സഹോദരനാണ് ബി. ഈയുടെ അമ്മായിയമ്മയാണെങ്കിൽ എന്നാൽ ഇതുപോലെ തന്നെ വരും. ബിയുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അയാളുടെ മകളാണ് ക്യൂ, അപ്പോൾ അനന്തരവനായിട്ട് വരും. ഇനി പിയുടെ മകളാണ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എന്തായിരിക്കും? പി ആയിരിക്കും വരുന്നത് ഇല്ലേ? പിയുടെ മകള് ക്യൂ. ആറിൻ്റെ സഹോദരനാണ് ബി. എയുടെ അമ്മായിയമ്മയാണ് ജി. എയുടെ അമ്മായിയമ്മയാണ് ജി. അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ, അതായത് ഇവരുടെ അമ്മയാണ് ജി. എയുമായി ബി വിവാഹിതനാണ്, നമ്മൾ എഴുതി കഴിഞ്ഞു. ക്യൂവിൻ്റെ അമ്മാവനാണ് ബി, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഡി ആണ് ബിയുടെ പിതാവ്. ബിയുടെ പിതാവ് ഡി, അതായത് ഇയാളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഡി. ബിക്ക് പിയുമായുള്ള ബന്ധം എന്ത്? ബിക്ക് പിയുമായുള്ള ബന്ധം എന്ത്? അതായത് പിയുടെ ആരാണ് ബി. പിയുടെ ആരാണെന്ന് പറയുമ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. ഇവിടെ പിയുടെയും ക്യൂവിൻ്റെയും ജെൻഡർ പറഞ്ഞിട്ടില്ല ഇല്ലേ? പി എന്ന് പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറഞ്ഞിട്ടില്ല. ആറെന്ന് പറയുന്നതും സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കി, ഇവരുടെ ജെൻഡർ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഇയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരനല്ലേ? ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അളിയൻ ഇല്ലേ? എന്തായാലും ഇയാളാണ്. അപ്പോൾ നാത്തൂൻ, അമ്മ, ഈ 2 റിലേഷൻ പറ്റത്തില്ല. രണ്ടാമത് നമുക്ക് പറ്റുന്ന 2 റിലേഷൻ സഹോദരനും അളിയനും. ഇതിന് തമ്മിൽ ഡയറക്റ്റ് എന്തല്ല? സഹോദരനല്ല ഇല്ലേ? കാരണം ഭർത്താവ് വഴിയാണ് ബന്ധം അല്ലെങ്കിൽ ഭാര്യ വഴിയാണ് ബന്ധം. അപ്പോൾ എന്തായിരിക്കും? അളിയൻ എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ പ്രീവിയസ് ആയിട്ട് PSCയിൽ അവർ ചോദിച്ച ടൈപ്പ് ചോദ്യങ്ങളാണ്. യു വിയുടെ സഹോദരനാണ്. സോ യു ഉണ്ട്, വി ഉണ്ട്. യു എന്ന് പറയുന്ന വിയുടെ സഹോദരനാണ്. സോ പോസിറ്റീവ് ഇട്ടു. യു വിയുടെ സഹോദരനാണ്. ഡബ്ല്യു യുവിൻ്റെ സഹോദരിയാണ്. യുവിൻ്റെ സഹോദരിയാണ് ഡബ്ല്യു. എക്സ് ഡബ്ല്യുവിൻ്റെ പുത്രനാണ്. ഡബ്ല്യുവിൻ്റെ പുത്രനാണ് എക്സ്. പുത്രൻ, സഹോദരി, ആ ചിഹ്നങ്ങളാണ് ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്ത് പോകുന്നത്. അതായത് എക്സിന് വിയുമായുള്ള ബന്ധം എന്ത്? എക്സിന് വിയുമായുള്ള ബന്ധം, അതായത് വിയുടെ ആരാണ്? എക്സ്. വിയുടെ സഹോദരനാണ് യു, അതുപോലെ തന്നെ വിയുടെ സഹോദരിയാണ് ഡബ്ല്യു. അപ്പോൾ ഇതാണോ പെണ്ണോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, സഹോദരിയുടെ മകളെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അനന്തരവൻ, കാരണം ആണല്ലേ ഇത്, അപ്പോൾ അനന്തരവൻ. ഓക്കെ, അടുത്ത ചോദ്യം. എ ബിയുടെ സഹോദരനാണ്. എ ബിയുടെ സഹോദരനാണ്.
എഴുതി, ബി എഴുതി. എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരനാണ്, സോ എ പോസിറ്റീവ്. സി എയുടെ സഹോദരിയാണ്, സി എയുടെ സഹോദരിയാണ്. ഡി സിയുടെ പുത്രനാണ്, സിയുടെ പുത്രനാണ് ഡി. കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ സെയിം പാറ്റേൺ. അങ്ങനെയെങ്കിൽ ഡിക്ക് ബിയോടുള്ള ബന്ധം എന്താണ്? ഡിക്ക് ബിയോടുള്ള ബന്ധം, അതായത് ബിയുടെ ആരാണ്? ഡി, സഹോദരിയുടെ മകൻ. സഹോദരിയുടെ മകൻ എന്ന് പറയുമ്പോൾ പുത്രനല്ല, സഹോദരനല്ല, അച്ഛനല്ല, എന്താണ്? അനന്തരവൻ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ബ്ലഡ് റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് എഴുതുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലെയറായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അത് ഒന്നാമത് ആണ് പെണ്ണ് എന്ന് തിരിച്ചറിയാനായിട്ട് പോസിറ്റീവോ നെഗറ്റീവോ ചിഹ്നങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്വയറോ സർക്കിളോ എന്താണോ നിങ്ങളുടെ ഇഷ്ടം. അടുത്തായിട്ട് ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ 2 വരയോ അല്ലെങ്കിൽ ഒരു 6 ആക്ക് ലൈനോ അങ്ങനെ എന്തെങ്കിലും സാധാരണ ബന്ധങ്ങളെ ഒറ്റ വരയിട്ട് കൊടുത്താൽ മതി. ഈ ബന്ധം പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കുക, നമുക്ക് കാരണം പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ എല്ലാം കൂടെ എഴുതാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പേജ് നിറഞ്ഞിരിക്കും, നമുക്ക് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആകും. മറ്റ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാം. നോക്കിയേ, ഇനി ഡയറക്ഷൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അഖിൽ കിഴക്കോട്ട് 25 കിലോമീറ്റർ നടന്നു. ഡയറക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത വളരെ സിമ്പിൾ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് ഒരല്പമെങ്കിലും മാത്സിൽ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ വെറുതെയെങ്കിലും 2 വര വരയ്ക്കാൻ അറിയാം, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അറിയാം എന്നുള്ള ആൾക്കാർക്ക് നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ള തിരിയുന്നത്, എങ്ങോട്ടേക്ക് തിരിഞ്ഞു, എത്ര തിരിഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തെറ്റിക്കും. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളുടെ മാർക്ക് പോകുന്നത്. അപ്പോൾ നോക്കിയേ, അഖിൽ കിഴക്കോട്ടേക്ക് തിരിഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 4 ഡയറക്ഷൻസ് അറിയണം ഇല്ലേ? നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. മലയാളത്തിലും 2 ലാംഗ്വേജിലും നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ്. ഓക്കെ, ഇപ്പുറത്താണ് എന്ത് വരുന്നത്? കിഴക്ക് വരുന്നത്. അതായത് നമ്മൾ പേപ്പറിന് നേരെ ഇരിക്കുമ്പോൾ നമ്മുടെ വലതുവശത്താണ് എന്ത് വരുന്നത്? കിഴക്ക് വരുന്നത്. ഓക്കെ, അത് ഓർമ്മിച്ചിരിക്കുക. അഖിൽ കിഴക്കോട്ട് 25 കിലോമീറ്റർ നടന്നു. അഖിൽ ഇവിടെ നിൽക്കുവാണ്, 25 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് നടന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞു. ഇപ്പോൾ അഖിലിൻ്റെ പൊസിഷൻ എന്താണ്? ഇത് ഇങ്ങനെയാണ് വെക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് ഇല്ലേ? അപ്പോൾ വലത്തോട്ടേക്ക് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു? 8 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു. പിന്നീട് വീണ്ടും വലതുവശത്ത് തിരിഞ്ഞു. ഇപ്പോൾ താഴോട്ടേക്കാണ് നിൽക്കുന്നത്, അപ്പോൾ വലതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് ഇല്ലേ? വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 10 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു. വീണ്ടും അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞു. സോ ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ്. ഇടത്തേക്കെന്ന് പറയുമ്പോൾ താഴോട്ട്. ഇടത്തേക്ക് തിരിഞ്ഞ് 6 കിലോമീറ്റർ കൂടി നടക്കുന്നു. ഓക്കെ, അതിനുശേഷം അവൻ വലത്തേക്ക് തിരിഞ്ഞു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു 6 കിലോമീറ്റർ. അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു. വലത്തേക്ക് തിരിഞ്ഞു അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് എത്ര പോയി? 15 പോയി. എങ്കിൽ അവൻ തൻ്റെ പ്രാരംഭ സ്ഥാനത്ത് നിന്ന് എത്ര അകലെയാണ്? നമ്മുടെ പടം വരച്ച് കഴിഞ്ഞു. ഓക്കെ, ഒന്നുകൂടി ശരിയെന്ന് നോക്കാം. കിഴക്കോട്ടേക്ക് 25 കിലോമീറ്റർ നടന്നു. തുടർന്ന് ഇങ്ങനെ വരുമായിരുന്നു. വലത്തോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട്. വലത്തോട്ടേക്ക് 8 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. വലത്തോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. 10 കിലോമീറ്റർ പോയി. വീണ്ടും അവൻ ഇടത്തേക്ക് തിരിഞ്ഞു. 6 കിലോമീറ്റർ പോയി. അതിനുശേഷം വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പോയി. അങ്ങനെയെങ്കിൽ ആരംഭിച്ച സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം എത്ര എന്നാണ് ചോദ്യം. ഇവിടെ മൊത്തം 25 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, പിന്നെ ഒരു 15 ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം എത്രയായി? 25 ആയി ഇല്ലേ? അതായത് തുടങ്ങിയ സ്ഥലത്തിന് നേരെ താഴെയാണ് അവനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 25 ഉണ്ട്, തിരിച്ച് 25 കംപ്ലീറ്റ് ചെയ്തു. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 8ഉം പിന്നെ ഒരു 6ഉം. 8ഉം 6ഉം കൂട്ടുമ്പോൾ എത്രയാണ്? 14 കിലോമീറ്റർ. ഏത് ദിശയിലാണ്? തുടങ്ങിയ ദിശയ്ക്ക് താഴോട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ തുടങ്ങിയതിൻ്റെ തെക്ക് വശത്തല്ലേ നിൽക്കുന്നത്. 14 കിലോമീറ്റർ തെക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും. മരമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് പോയിൻ്റ് മതി. അവിടെ നിന്ന് 20 കിഴക്കോട്ട് പോയി. അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ട്. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ്. ഓക്കെ, വലത് ഇടത് അല്ല, ഇവിടെ കിഴക്ക് തെക്ക് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, 20 മീറ്റർ കിഴക്കോട്ട് പോയി. അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ട്. തെക്കെന്ന് പറയുമ്പോൾ താഴോട്ടല്ലേ? അപ്പോൾ 20 മീറ്റർ താഴോട്ട്. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. എങ്ങോട്ട് തിരിഞ്ഞു? പടിഞ്ഞാറോട്ട്. സോ 35 മീറ്റർ പടിഞ്ഞാറ്. ഇവിടെ 20 ഉള്ളൂ. അപ്പോൾ 35 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നീളം കൂട്ടി വരയ്ക്കണം. 35 പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പിന്നെ 10 മീറ്റർ വടക്കോട്ട്. 10 മീറ്റർ വടക്കോട്ട് പോയി ഒരു സ്ഥലത്തെത്തുന്നു. അപ്പോൾ ഏതോ ഒരു സ്ഥലത്തെത്തി.
ഓക്കെ, അവിടെ നിൽക്കട്ടെ. 5 മിനിറ്റ് വിശ്രമിച്ചു, ആയിക്കോട്ടെ, അവിടെ 5 മിനിറ്റ് അവൻ വിശ്രമിച്ചു, അത് നമുക്ക് നോക്കണ്ട. ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇവിടെ മൊത്തം 35 മീറ്റർ ഉണ്ട്. ഓക്കെ, ഡയറക്ഷൻ എല്ലാം ചെയ്തല്ലോ. ഇവിടെ മൊത്തം 35 മീറ്റർ ഉണ്ട്. വലുതാ ഇത്രയും ദൂരം 20 ആണെങ്കിൽ ബാക്കി എത്ര? കറക്റ്റ് 15. 15 20 ചേർത്താലല്ലേ മൊത്തം 35 ആവും. ഓക്കെ, അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ മൊത്തം 35 ഉണ്ട്, ഇവിടെയും 20ഉം 15 മൊത്തം എത്രയുണ്ട്? 35 ഉണ്ട്. അതായത് തുടങ്ങിയതിൻ്റെ എക്സാക്റ്റ് താഴെയാണ് എന്ത് ചെയ്യുന്നത് അവനിപ്പോൾ നിൽക്കുന്നത്. എത്ര മീറ്റർ താഴെ? ഈ മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? 20. അതിൽ 10 മീറ്റർ മേളിലേക്ക് തിരിച്ച് കയറി. മൊത്തം 20 ആണ്, അതിൽ 10 മേലേക്ക് തിരിച്ച് കയറി. അപ്പോൾ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 10 കൂടെയല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലത്തിലാണ്? 10 മീറ്റർ അകലത്തിലാണ്. ഓക്കെ, ഏത് ഡയറക്ഷനും ചോദിച്ചിട്ടില്ല, ഡിസ്റ്റൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും 25 മീറ്റർ മുന്നോട്ട് നടന്ന് ബിയിലെത്തി. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കാം. എ എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്തു. എ എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന് 25 മീറ്റർ മുന്നോട്ട് നടന്ന് ബിയിലെത്തി. മുന്നോട്ടെന്ന് പറയുമ്പോൾ ഏത് ദിശയിലെന്ന് അറിയത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് ചുമ്മാ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വരയ്ക്കാം. 25 മീറ്റർ. അവൻ അങ്ങോട്ടാണ് നിന്നെങ്കിൽ മേളിലോട്ട് പോവും, ഇങ്ങോട്ടാണ് നിന്നെങ്കിൽ ഇങ്ങോട്ട് പോവും. എങ്ങോട്ടോ ആയിക്കൊണ്ട് പോട്ടെ, മുന്നോട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ചുമ്മാ 25 മീറ്റർ അങ്ങ് വരച്ചു. എയിൽ തുടങ്ങി എവിടെ എത്തി? ബിയിലെത്തി. ബിയിൽ നിന്നും ഇനിയാണ് കഥ തുടങ്ങുന്നത്. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ നടന്നു. സോ ബി എന്നത് വലിയ ഇങ്ങോട്ടല്ലേ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, അവൻ ഇങ്ങനെയല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? ഇടത്തോട്ട് 10 മീറ്റർ നടന്നു. ഇടത്തോട്ടെന്ന് പറയുമ്പോൾ മുകളിലേക്ക്, ഇടത്തോട്ടേക്ക് 10 മീറ്റർ നടന്ന് സി എന്ന് പറയുന്ന പോയിന്റിലെത്തി. സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ നടന്നു. സി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇനി വലത്തോട്ട് പോകണം. മുകളിലോട്ട് നിന്നയാൾ വലത്തോട്ട് പോവുകയാണ്. വലത്തോട്ട് എത്ര മീറ്റർ നടന്നു? 20 മീറ്റർ നടന്ന് ഡിയിലെത്തി. ഡിയിൽ നിന്നും വീണ്ടും 10 മീറ്റർ വലത്തേക്ക് നടന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഡിയിൽ നിൽക്കുവാണ്. 10 മീറ്റർ വലത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോയി 10 മീറ്റർ നടന്ന് വലത്തേക്ക് നടന്നു അത്രയേ ഉള്ളൂ. അയാൾ ഇപ്പോൾ എയിൽ നിന്നും എത്ര അകലെയാണ്? എയിൽ നിന്ന് ഈ മൊത്തം ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 10 മുകളിലോട്ട് പോയി, അതേ 10 തിരിച്ച് താഴോട്ടും വന്നു. സോ ഇതിന് നേരെ നിരപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു 25 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 20 ഉണ്ട്. സോ 20 25 20 + 25 എത്ര ദൂരം? മൊത്തം 45 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, 45 മീറ്ററാണ് അയാൾ എയിൽ നിന്ന് ഇപ്പോൾ 45 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബഷീർ 30 മീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം ഏതോ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് തെക്കോട്ടേക്ക് നടന്നു 30 മീറ്റർ. ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. തെക്കോട്ടേക്ക് പോവുകയാണ്, അവിടെ നിന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് 15. ഓക്കെ, തെക്കോട്ടേക്ക് പൊക്കുമായിരുന്നു, ഇടത്തോട്ടേക്ക് തിരിഞ്ഞു 15 മീറ്റർ. അതിനുശേഷം വീണ്ടും വലത്തേക്ക് തിരിഞ്ഞു. സോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. വലത്തേക്ക് എന്ന് പറയുമ്പോൾ താഴോട്ട് പോകല്ലേ. വലത്തേക്ക് തിരിഞ്ഞ് എത്ര മീറ്റർ? 20 മീറ്റർ നടന്നു. 20 മീറ്റർ നടന്നു. തുടർന്ന് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞു. സോ ഇങ്ങനെ പോവുകയാണ്. വലത്തേക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ വീണ്ടും നടന്നു. ഓക്കെ, 15 മീറ്റർ വീണ്ടും നടന്നു. തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? അപ്പോൾ ഇവിടെയാണ് തുടങ്ങിയ സ്ഥലം, ഇവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം. ഇത് തമ്മിലുള്ള അകലം എത്ര? ഇവിടെ 15 മീറ്റർ അങ്ങോട്ട് പോയി 15 മീറ്റർ തിരിച്ചും വന്നു. സോ തുടങ്ങിയ സ്ഥലത്തിൻ്റെ നേരെ താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഏറെക്കുറെയല്ല 99% ചോദ്യങ്ങളും അങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ഇത്രയും 30 മീറ്റർ ഉണ്ട്, ബാക്കി ഇത്ര ഒരു 20 മീറ്റർ ഉണ്ട്. സോ 30 20 മൊത്തം എത്രയാണ്? 50 മീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത്. തുടങ്ങിയ സ്ഥലത്ത് നിന്ന് 50 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നമുക്കൊരു 3 ചോദ്യങ്ങളൂടെ ഉണ്ട്. അലീന ഒരിടത്ത് നിന്നും തെക്കോട്ടേക്ക് 35 മീറ്റർ സഞ്ചരിച്ചു. ഇത് കഴിഞ്ഞ തവണ +2 പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണ്. അലീന ഒരിടത്ത് നിന്നും, നമ്മൾ ഇതുവരെ ചെയ്തതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ പാറ്റേണിന്. ഓക്കെ, അലീന ഒരിടത്ത് നിന്നും തെക്കോട്ടേക്ക് 35 മീറ്റർ സഞ്ചരിച്ചു. ഇവിടം തുടങ്ങി 35 മീറ്റർ തെക്കോട്ടേക്ക് സഞ്ചരിച്ചു. അതിനുശേഷം വടക്കോട്ട് 40 മീറ്റർ സഞ്ചരിക്കുന്നു. ഇവിടെ നിന്ന് നേരെ തിരിച്ച് ഇതിൻ്റെ പുറത്തുകൂടി തന്നെ തിരിച്ച് എന്ത് ചെയ്തു? 40 മീറ്റർ സഞ്ചരിച്ചു.
അപ്പോൾ ഇത്രയും ദൂരം ആയപ്പോൾ തിരിച്ച് പഴയ 35 കവറായി. ഇവിടെ അഡീഷണൽ എത്രയാണ് പോയത്? 5. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കുക. അല്ലാതെ പെട്ടെന്ന് വീണ്ടും ഒരു വര വരച്ചിട്ട് വീണ്ടും 40 എന്ന് എഴുതി ഇവിടെ മൊത്തം 75 മീറ്റർ നീളമെന്ന് എഴുതി വെക്കരുത്, തെറ്റാണ്. ഓർമ്മിക്കുക, തന്നയ്ക്കുന്ന പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് 35 പോയി, ആ എത്തിക്കുന്നിടത്ത് വീണ്ടും എന്ത് ചെയ്തു? മുകളിലേക്ക് 40 വന്നു എന്ന് പറയുമ്പോൾ ഈ 35 തിരിച്ച് കവർ ചെയ്തു, വീണ്ടും ഒരു 5 കൂടെ കവർ ചെയ്തു. ഓക്കെ, ഇനി പിന്നീട് ഇവിടെ നിന്നാണ് ഇനി വീണ്ടും തുടങ്ങുന്നത്. കിഴക്ക് ദിശയിലേക്ക് 23 മീറ്റർ സഞ്ചരിച്ചു. കിഴക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 23 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ യാത്ര തിരിച്ചെടുത്ത് നിന്നു. യാത്ര ചെയ്തത് ഇവിടെയല്ലേ? അവിടെ നിന്ന് എത്ര അകലത്തിലാണ് അലീന നിൽക്കുന്നത്? വീണ്ടും കണ്ടോ, ഇവിടെ 5 മേളിലോട്ടേക്ക് പോയത്, ആ 5 തിരിച്ച് താഴേക്ക് വന്നു. സോ രണ്ടുപേരും നിൽക്കുന്നത് ഒരേ നിരപ്പിലാണ്. അപ്പോൾ എത്ര ദൂരം അകലത്തിലാണ്? 2 സെയിം അല്ലേ? 23 അല്ലേ? 23 മീറ്റർ സഞ്ചരിക്കുന്നു. യാത്ര തിരിച്ചെടുത്ത് എത്ര അകലത്തിലാണ് നിൽക്കുന്നത്? ഓപ്ഷനിൽ ചെറിയൊരു പ്രശ്നമാണ്. 23 മീറ്ററാണ്. 23 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, 25 അല്ല, 23 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. 35 താഴേക്ക്, തിരിച്ച് 40 മുകളിലേക്ക്, കിഴക്കേക്ക് 23 മീറ്റർ, വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ. സോ യാത്ര തിരിച്ചെടുത്തുനിന്ന് 23 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ ദീപ ഒരിടത്ത് നിന്നും തെക്കോട്ടേക്ക് 30 മീറ്റർ സഞ്ചരിച്ചു. ദീപ ഒരിടത്ത് നിന്നും, ഇത് അതിൻ്റെ +2ൻ്റെ രണ്ടാമത്തെ പ്രിലിംസിനുണ്ടായിരുന്ന ചോദ്യമാണ്. ദീപ ഒരിടത്ത് നിന്നും തെക്കോട്ടേക്ക് 30 മീറ്റർ, ഒരു പോയിന്റിൽ നിന്ന് 30 മീറ്റർ സഞ്ചരിച്ചു. തിരിച്ച് വടക്കോട്ടേക്ക് 35 മീറ്റർ. സോ 35 എന്ന് പറയുമ്പോൾ ഈ 30 പുറത്തൂടെ കവർ ചെയ്യും, അതിന് പുറമേ ഒരു 5 കൂടി. ഓക്കെ, പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞു. കിഴക്കേക്ക് തിരിഞ്ഞ് 25 മീറ്റർ. ഇതിൻ്റെ ഓപ്ഷനാണ് കഴിഞ്ഞ ചോദ്യത്തിൽ കയറി വന്നത്. കിഴക്ക് വഴിക്ക് തിരിഞ്ഞ് എന്ത് ചെയ്തു? 25 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും തെക്കോട്ടേക്ക് തിരിഞ്ഞ് 5 മീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ യാത്ര തിരിച്ചെടുത്തെന്നും എത്ര ദൂരത്തിലാണ്? നോക്കിയാൽ വീണ്ടും 5 മീറ്റർ മേളിലേക്ക് പോയി, അതേ 5 മീറ്റർ താഴേക്കും വന്നു. സോ തുടങ്ങിയിടത്തിൻ്റെ സെയിം നിരപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എത്ര ദൂരമുണ്ട്? 25 മീറ്റർ ദൂരമുണ്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ഡയറക്ഷൻസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരാൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു. ഒരാൾ 20 മീറ്റർ തെക്കോട്ട് നടന്നു. അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് നടന്നു. തെക്കോട്ട് നിൽക്കുവാണ്, വലത്തോട്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട്. ഇരുപത് 25 മീറ്റർ വലത്തോട്ട്. പിന്നീട് 25 മീറ്റർ ഇടത്തോട്ട്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ്, 25 ഇടത്തോട്ട്. ഇപ്പോൾ സോ ഇടത്തോട്ടേക്ക് 25, വീണ്ടും ഇടത്തോട്ട് 25. ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് തിരി ഇല്ലേ? അപ്പോൾ വീണ്ടും ഇടത്തോട്ടേക്ക് 25. എങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലവും അവസാനിച്ച സ്ഥലവും 25 അങ്ങോട്ടേക്ക് 25 തിരിച്ചുകൊണ്ട്. സോ തുടങ്ങിയതിൻ്റെ നേരെ താഴെയാണ്. മൊത്തം നീളം കണ്ടുപിടിച്ചാൽ മതി. 20ഉം 25 മൊത്തം എത്രയാണ്? 45 മീറ്റർ. കഴിഞ്ഞു. നമ്മുടെ ഡയറക്ഷൻസിൻ്റെ നമ്മുടെ 3 പ്രധാനപ്പെട്ട മേഖലകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അല്ലാതെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. മെഷീൻ എന്ന വാക്കിൻ്റെ മിറർ ഇമേജ് കണ്ടെത്തുക. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇതിനെ നേരെ തിരിച്ചു വയ്ക്കുന്ന സാധനം അല്ലേ? ചില ചോദ്യങ്ങളിൽ ഒരു കാര്യം കൂടെ സ്പെസിഫൈ ചെയ്തേക്കും, ആ മിറർ വെച്ചത് ഇവിടെയാണോ ഇവിടെയാണോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ നോക്കിയേ, മെഷീൻ ഓക്കെ, ഇവിടെയാണ് മിറർ വെച്ചത്. അങ്ങനെയെങ്കിൽ ഇവിടെ ആദ്യം പതിയുന്ന ഇമേജ് ആരുടേതായിരിക്കും? എമ്മിൻ്റെ ആയിരിക്കും. നമ്മൾ ഇവിടെ നിന്നേ വായിക്കത്തുള്ളൂ. അപ്പോൾ അവസാനം വരുന്ന ലെറ്റർ ആയിരിക്കും എം. ഇവിടെ നോക്കി എല്ലാ അവസാനം വരുന്ന ലെറ്ററാണ്. സോ മിറർ വെച്ചത് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇ എന്ന് പറയുന്നയാൾ അങ്ങേയറ്റം ഫസ്റ്റ് ലെറ്ററായിട്ട് മാറും. ഈ തിരിഞ്ഞു വരത്തില്ലേ? ഇ ആവും. അപ്പോൾ ഓപ്ഷൻ ഇതുപോലെ അല്ലാത്ത ആരുണ്ട്? ഇവിടെ ഈ ഓപ്ഷൻ അല്ല, തെറ്റ്. നമുക്കതിനെ അവോയ്ഡ് ചെയ്യാം. അടുത്ത രണ്ടാമത് എൻ എന്ന് പറയുന്ന രണ്ടാമത് ലെറ്ററായിട്ട് തിരിഞ്ഞു വരും ഇല്ലേ? എൻ എന്ന് പറയുന്നത് തിരിഞ്ഞു വരും. സോ ഈ വര ആദ്യം വരും, ഈ വര തിരിഞ്ഞു വരും, ഈ വര താഴെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡയറക്ഷനിൽ എൻ വരും. ഇവിടെ എൻ നേരെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും തെറ്റ്. ഇവിടെ രണ്ടും എന്നും അതുപോലെ തന്നെ. ഐ എന്ന് പറയുന്ന ആൾ തിരിച്ചാലും നൂത്താലും ഒരുപോലെ തന്നെ. ഐ അതുപോലെ തന്നെ. എച്ച് തിരിച്ചാലും നൂത്താലും ഒരുപോലെ തന്നെ. സോ എച്ചും അതുപോലെ തന്നെ. സി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മിറർ ഇമേജ് ആകുമ്പം തിരിഞ്ഞു വരും. സോ ഇതാവും സി. സിയുടെ ഡയറക്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഇ എൻ എം ഇവിടെ സാധാ സി ആണുള്ളത്. അപ്പോൾ ഇതുമല്ല, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, നമ്മൾ ഓരോരുത്തരുടെ എലിമിനേറ്റ് വന്നു. ഇവിടെ വെച്ച് ഇ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റായതുകൊണ്ട് ഇതിനെ കളയാം. അടുത്ത് എൻ തെറ്റായതുകൊണ്ട് ഇതിനെ കളയാം. അടുത്ത് സി തെറ്റായതുകൊണ്ട് ഇതിനെയും കളഞ്ഞു.
നമ്മുടെ ഓപ്ഷനിലേക്ക് എത്തി. ചില ചോദ്യങ്ങളിലൊക്കെ ആദ്യത്തെ 2 പേരെ സോൾവ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ചോദ്യമാണ്. ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്കിന് 36 എന്ന് എഴുതിയാൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവർക്കെല്ലാം പൊസിഷൻ വാല്യൂ കൊടുക്കുക. ഓക്കെ, പൊസിഷൻ വാല്യൂ കൊടുക്കേണ്ട രീതി ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. GHIJKL M വരെ ഒരു ലൈനിൽ എഴുതുക. ഓക്കെ, M വരെ എഴുതാവൂ. അടുത്ത് N മുതലുള്ള ആൾക്കാർ അവിടെ നിന്ന് തിരിച്ചെഴുതുക. ഓക്കെ, ഇനി 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 26. ഈ പാറ്റേണിൽ എഴുതി ശീലിക്കുക. എഴുതുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എക്ക് ഫ്രണ്ടിൽ നിന്നുള്ള നമ്പർ 1 ആണ്, ലാസ്റ്റിൽ നിന്നുള്ള നമ്പർ 26 ആണ്. ആ ഒരു കണ്ടീഷൻ കിട്ടും. അതായത് ഒരു ലെറ്ററിൻ്റെ മുന്നിൽ നിന്നുള്ള പൊസിഷൻ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത് എയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്ററാണ് Z, ഇസഡിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്ററാണ് എ, അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ചൈൽഡ് എന്ന വാക്കിന് 36, സി എത്രാമത്തെയാണ്? 3ാമത്തത്. സോ 3 പ്ലസ് H എത്രാമത്തതാണ്? 8ാമത്തത്. 8 പ്ലസ് ILD, I എന്ന് പറയുന്നത് 9ാമത്തെ ആൾ, L എന്ന് പറയുന്നത് 12ാമത്തെ ആൾ, D എന്ന് പറയുന്നത് 4ാമത്തെ ആൾ. എല്ലാം കൂടെ ആഡ് ചെയ്യാമല്ലോ. 8 4 12, 12 12 24, 3 9 12, 24 12 36. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 36 എന്ന് കിട്ടും. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. എൻ്റെ ലെറ്ററുകളുടെ പൊസിഷൻ എന്ത് ചെയ്തു? ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? മദർ M എന്ന് പറയുമ്പോൾ 13ാമത്തെ ആളാണ്. 13 പ്ലസ് O എത്രാമത്തെ ആളാണ്? 15 പ്ലസ് T 20ാമത്തെ ആൾ, H 8ാമത്തെ ആൾ, E 5ാമത്തെ ആൾ, അടുത്ത R എന്ന് പറയുന്നത് 18ാമത്തെ ആൾ. ഓക്കെ, M 13, O 15, T 20, H 8, E 5, R 18. ഓക്കെ, ഇനി പൊസിഷൻ സിമ്പിൾ ആഡ് ചെയ്താൽ മതി. ആദ്യം ടെൻസ് പ്ലേസുകളെല്ലാം കൂടെ ആഡ് ചെയ്യാം. 10, 20, 40, 50. അടുത്തതായിട്ട് 5 5 10, 8 8 16, 10 16 26, 3 29. സോ 50ഉം 29ഉം ആഡ് ചെയ്യുമ്പോൾ 79 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്തായിട്ട് ഒരു കോഡ് ഭാഷയിൽ ഹെയർ എന്നതിനെ 819118. ഇവിടെ എന്തായാലും എന്തല്ല, ആഡ് ചെയ്തേക്കുന്നതൊന്നുമല്ല, മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതല്ല. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. H എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാണ്? ABCDEFG H 8ാമത്തെ ലെറ്ററാണ്. സോ Hൻ്റെ പൊസിഷൻ 8 ആണ്. A എന്ന് പറയുന്നത് 1ാമത്തെ ആളാണ്. I എന്ന് പറയുന്നത് H കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ അല്ലേ? സോ 8 കഴിഞ്ഞ് തൊട്ടടുത്ത ആൾ 9 ആണ്. R എന്ന് പറയുന്നത് 18ാമത്തെ ലെറ്ററാണ്. അപ്പോൾ 8 1 9 18, 8 1 9 18. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പൊസിഷൻ എടുത്ത് നിരത്തിയും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 6 9 2 0 എന്തെന്ന് കോഡ് ചെയ്യും നോക്കാം. 6ാമത്തെ ലെറ്റർ ആരാണ്? ABCDEF അല്ലേ? 6ാമത്തെ ലെറ്റർ F. Fൽ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനെ നമ്മുടെ കയ്യിലുള്ളൂ, ഫിറ്റ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ. ബാക്കിയുള്ള എല്ലാവരെയും കോഡ് ചെയ്തുകൊണ്ടിരിക്കണ്ട. ഒന്നിൽ കൂടുതൽ പേര് ഒരുപോലെ വരുമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി. ബാക്കിയുള്ള 9ാമത്തെ ആരാണ്? 6ാമത്തത് F ആണ്. 9ാമത്തെ ആൾ I ആണ്. 2ാമത്തെ ആളെന്ന് എഴുതി കഴിഞ്ഞാൽ 0ാമത്തെ ആൾ അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല. അപ്പോൾ 20നെ ഒരുമിച്ചെടുക്കും. 20ാമത്തെ ആളെന്ന് പറയുന്നത് T. എങ്ങനെ എടുത്താലും നമുക്ക് ആൻസർ കിട്ടും. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ലെറ്റർ മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. ഫ്ലാറ്ററിന് 7 3 7 2 3 8 8 5 9 കുറച്ച് ലെറ്റേഴ്സ്, കുറച്ച് അധികം ലെങ്ത് ഉള്ള ലെറ്റേഴ്സാണുള്ളത്. മാത്രമല്ല 2 വാക്കുകൾ തന്നിട്ടുണ്ട്. ഫ്ലാറ്ററിൻ്റെ കോഡ് തന്നിട്ടുണ്ട്, മദറിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മറ്റേ നമ്പർ സീരീസൊക്കെ എഴുതി A എന്ന് പറയുന്ന 1ാമത്തെ ആൾ അങ്ങനെയൊക്കെ നോക്കിയിരുന്ന് ഒരുപാട് സമയം കളയും. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ, അതായത് 2 വാക്കുകൾ റെഫറൻസിന് വേണ്ടി തന്നേക്കും. അതുപോയിട്ട് എനിക്ക് ആൻസറായിട്ട് ആരുടെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്, അതിലുള്ള എല്ലാ ലെറ്ററും MAOTH, എയും ടിയും ഇവിടെയുണ്ട്, എമ്മും H ഇവിടെയുണ്ട്. അതായത് ഇവിടെ കണ്ടുപിടിക്കേണ്ട എല്ലാ ആൾക്കാരും എൻ്റെ ചോദ്യത്തിലുണ്ടായിരിക്കും.
ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിൽ എല്ലായ്പ്പോഴും കറസ്പോണ്ടിങ് കോഡായിരിക്കും തന്നിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. ഇവിടെ 1 2 3 4 5 6 7 ലെറ്റർ ഉണ്ട്. സോ 1 2 3 4 5 6 7 7 നമ്പറും ഉണ്ട്. അതായത് എഫ് എന്ന് പറയുന്നത് 7, എൽ എന്ന് പറയുന്നത് 2, എ എന്ന് പറയുന്നത് 3, ടി 8 8, ഇ എന്ന് പറയുന്നത് 5, ആർ എന്ന് പറയുന്നത് 9. അവരെന്തോ ഒരു രീതിയിൽ കോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് പറഞ്ഞത്. റെഫറൻസിന് വേണ്ടി നമുക്ക് എത്ര പേരെ തന്നേക്കും? 2 പേരെ തന്നേക്കും. അത് നോക്കുക. രണ്ടാമതായിട്ട് കണ്ടുപിടിക്കേണ്ട വാക്കിലെ എല്ലാ അക്ഷരങ്ങളും എൻ്റെ ചോദ്യത്തിൽ ആ 2 വാക്കിനകത്തായിട്ട് കാണും. മൂന്നാമത്തെ കണ്ടീഷൻ, ഇവിടെ എത്ര ലെറ്റർ ഉണ്ടോ അത്രയും നമ്പർ കാണും, ഇവിടെ എത്ര ലെറ്റർ ഉണ്ടോ അത്രയും നമ്പർ കാണും. അങ്ങനെയെങ്കിൽ മറ്റേ ABCD കഥയൊന്നും എഴുതി സമയം കളയണ്ട, ജസ്റ്റ് കൊടുത്താൽ മതി. ഇവിടെ എനിക്ക് മാമത്തല്ലേ വേണ്ടത്? എം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ലെറ്റർ, അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം 4. എ എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്നാമത്തെ അക്ഷരം, അപ്പോൾ ഇവിടെ മൂന്നാമത്തെ അക്ഷരം 3. വീണ്ടും എം, അപ്പോൾ 4 4. അപ്പോൾ 43 44 തുടങ്ങുന്ന ആരൊക്കെ ഉണ്ട്? ഇയാളുമുണ്ട് ഇയാളുമുണ്ട്. അപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഈ 2 ഓപ്ഷനും അല്ലാന്ന് തീരുമാനിക്കാം. അടുത്തതായിട്ട് OTH, OTH രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആൾക്കാർ. സോ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആൾക്കാർ 681. ഇവിടെ 651 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്തായിട്ട് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഡിക്ഷണറിയിൽ വരുമ്പോൾ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറി നിർത്തുമ്പോൾ മൂന്നാമത് വരുന്ന വാക്ക്. നമുക്കറിയാം ആൽഫബറ്റിക്കിൻ്റെ ഓർഡറിലാണ് വരുന്നത്. എല്ലാം 6ലാണ് തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ലെറ്റർ നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ എല്ലാത്തിലും ഇ ആണ്, അതും പരിഗണിക്കാൻ പറ്റത്തില്ല. മൂന്നാമത്തെ വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ലെറ്റർ എല്ലാത്തിലും ജി ആണ്. സോ അതും പരിഗണിക്കാൻ പറ്റത്തില്ല. അടുത്തതായിട്ട് യു ഉണ്ട്, ഐ ഉണ്ട്. ഐ കഴിഞ്ഞ് യു വരത്തുള്ളൂ. പക്ഷേ ഐയിലുള്ള 3 പേരുണ്ട്. അപ്പോൾ എന്തായാലും ഈ വാക്ക് 4ാമതേ വരത്തുള്ളൂ ഇല്ലേ? ഈ 3 പേരിൽ ആര് വരും? ഐയെ അവോയ്ഡ് ചെയ്യുക. അടുത്ത ലെറ്റർ O ആണ്, എം ആണ്, എസ് ആണ്. O M S. എം കഴിഞ്ഞാണ് MNOPQRS ഇല്ലേ? എം ആദ്യം വരും, O രണ്ടാമത് വരും, എസ് മൂന്നാമത് വരും. സോ എസ്സിൽ വരുന്ന വാക്ക് രജിസ്റ്റർ എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. ആ ഡിക്ഷണറിയിലെ മൂന്നാമത്തെ വാക്കായിട്ട് ആര് വരും? രജിസ്റ്റർ വരും. ഈ 4 വാക്കുകളുള്ള ഡിക്ഷണറിയിൽ. അടുത്തതായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യുമ്പോൾ അരിത്തമെറ്റിക്കിൻ്റെ മോഡലിൽ വരുന്നൊരു ചോദ്യമാണ്. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാണ്. ഓക്കെ, നോക്കി. എക്ക് കിട്ടുന്ന തുക അതിനെ എ എന്ന് തന്നെ എടുത്തു. അതിൻ്റെ 4 മടങ്ങെന്ന് പറയുമ്പോൾ 4A എന്ന് പറയുന്നത് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങ്. ബിക്ക് കിട്ടുന്ന തുകയെ ബി എന്ന് വിളിച്ചാൽ 5 മടങ്ങ് എത്രയാവും? 5B. അതിനേക്കാളും 10 കൂടുതലാണ്. തന്നേക്കുന്നതിന് ഒരു ഇക്വേഷൻ രൂപത്തിലേക്കാക്കി. എക്ക് കിട്ടുന്നതിൻ്റെ 4 മടങ്ങെന്ന് പറയുന്നത് ബിക്ക് കിട്ടുന്നതിൻ്റെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാണ്. സോ 5B + 10. ഇനി മൊത്തം എത്ര രൂപയാണുള്ളത്? 124 രൂപയാണുള്ളത്. അതിനെയാണ് എക്കും ബിക്കും വിധിച്ച് നൽകിയത്. അതായത് A + B എന്ന് പറയുന്നത് എത്രയായിരിക്കും? 124. എക്ക് കിട്ടുന്ന തുകയാണ് ഞാൻ എ എന്നെടുത്തത്, ബിക്ക് കിട്ടുന്ന തുകയാണ് ഞാൻ ബി എന്നെടുത്തത്. സോ എയും ബിയും കൂട്ടിയാൽ 124. ഇതിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്ക് കിട്ടുന്നത് എത്ര എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് A = എന്തെന്ന് കണ്ടുപിടിക്കാം? ബി = എത്രയെന്ന് കണ്ടുപിടിക്കാം? 124 - A എന്ന് എഴുതാമല്ലോ. ഈ A ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. ഓക്കെ, ഇവിടെ A ഇപ്പുറത്ത് വരുമ്പോൾ -A ആവും. സോ ബി എന്ന് പറഞ്ഞാൽ 124 - A. എൻ്റെ ഇക്വേഷനകത്ത് ബിക്ക് വേറെ എന്ത് എഴുതാം? 124 - A എന്ന് എഴുതാം. 4A = 5 × 124 - A + 10. 4A = 5 × 124. 5 × 100 500, 5 × 24 120. സോ 620. ഓക്കെ, 5 × -A -5A + 10. -5 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആകും. സോ -5A + 5A ആവും. 4A + 5A = ഇവിടെ ആരുണ്ട്? 620 ഉണ്ട്, ഒരു +10 ഉണ്ട്. 620 10 630. 4Aയും 5Aയും 9A = 630. A കണ്ടുപിടിക്കാനായിട്ട് 9 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും. A = 630 / 9. 7 പ്രാവശ്യം 0 മിച്ചം. ആൻസർ ഓപ്ഷൻ എ 70.
ഓക്കെ, ഇവിടെ ഇത് എടുക്കുന്ന ലോജിക്കിലാണ് ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ എന്ത് ചെയ്യുക, ആ ഒരു ലോജിക്ക് എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. കൂടുതൽ 10 കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് 10 കൂട്ടിയത്. ഓക്കെ, ഇതുപോലത്തെ മറ്റൊരു ചോദ്യം കൂടി. ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ തമ്മിൽ 3 വയസ്സ് വ്യത്യാസമാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആൾ, അതായത് ആദ്യം ഏറ്റവും ഇളയ ആളിനേക്കാളും 3 വയസ്സ് കൂടുതലായിരിക്കും അടുത്ത ആളിന്, വീണ്ടും 3 വയസ്സ് കൂടുതലായിരിക്കും അടുത്ത ആളിന്. അങ്ങനെ 5 കുട്ടികളുണ്ട്. എല്ലാവരുടെയും കൂടെ വയസ്സുള്ളത് 50 ഈ 5 പേരുടെ വയസ്സ് കൂട്ടിയാൽ എത്ര കിട്ടും? 50 കിട്ടും. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു എളുപ്പവഴി പറഞ്ഞുതരാം. 5 പേരല്ലേ ഉള്ളത്. സോ നടുക്കത്തെ ആളിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, ഇവിടെ 1 2 3 4 5 പേരാണുള്ളത്. എക്സ് ഇൻറ്റു 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 50 കിട്ടും. ഓക്കെ, ഇവിടെ അരിത്തമെറ്റിക് പഠിച്ചവർക്ക് അതിലുള്ള ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. 5 പേരുണ്ട്, നടുക്കത്തെ ആൾ എക്സ് ആണെങ്കിൽ സം എന്ന് പറയുന്നത് നടുക്കത്തെ ആളിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നടുക്കത്തെ ആളിനെ എക്സ് എന്ന് എടുത്താൽ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഇൻറ്റു 5 ഈക്വൽ ടു 50. അപ്പോൾ എക്സ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 5 എത്ര എന്ന് കിട്ടും? 10 എന്ന് കിട്ടും. നടുക്കുള്ള ആളിൻ്റെ വയസ്സ് 10. എൻ്റെ ചോദ്യം ഇതല്ല, ഏറ്റവും പ്രായം കുറഞ്ഞ ആളിൻ്റെ വയസ്സാണ്. നമുക്ക് ചോദ്യത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എല്ലാവരും തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ വയസ്സ് എത്രയായിരിക്കും? 7 ആയിരിക്കും. 3 കുറച്ചാൽ പോരെ. അപ്പോൾ വീണ്ടും ഒരു 3 കുറച്ചാൽ 4. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഏറ്റവും പ്രായം കുറഞ്ഞ ഇളയ കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 വയസ്സായിരിക്കും. ഓക്കെ, അടുത്ത വയസ്സിൻ്റെ ഒരു ചോദ്യം കൂടി. 3 സഹോദരന്മാരുടെ വയസ്സുകൾ 3:5:7 എന്ന അംശബന്ധത്തിലാണ്. അവരുടെ ആകെ പ്രായം 90 ആണെങ്കിൽ ഇളയ സഹോദരൻ്റെ പ്രായം എത്ര? നമ്മൾ ചെയ്യേണ്ടത് റേഷ്യോ 3 കൂടെ അങ്ങ് ആഡ് ചെയ്യുക. 3 7 10 5 15. റേഷ്യോ ആഡ് ചെയ്താൽ 15 എന്ന് കിട്ടും. അതായത് ആകെ 15 ഭാഗങ്ങളുണ്ട്. ആ 15 ഭാഗങ്ങളുടെ കൂട്ടുമ്പോഴാണ് 90 കിട്ടുന്നത്. അതിൽ ഏറ്റവും ഇളയ സഹോദരൻ്റെ പ്രായം 3 ഭാഗം എത്ര? ഓക്കെ, അപ്പോൾ 15 ഭാഗം 90, അങ്ങനെയെങ്കിൽ 3 ഭാഗം എത്ര? ഇതാണ് മീനിങ്. മീനിങ് ഒന്നുകൂടെ തന്നിരിക്കുന്ന റേഷ്യോകളെല്ലാം കൂടെ കൂട്ടുക. കാരണം സമ്മാണ് എനിക്ക് തന്നിട്ടുള്ളത്, തുകയാണ് എനിക്ക് തന്നിട്ടുള്ളത് 90. സോ ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 15 എന്ന് കിട്ടും. 15 ഭാഗം എന്ന് പറയുന്നത് 90 ആണ്. അങ്ങനെയെങ്കിൽ ഇളയ ആളിൻ്റെ തന്നെ ചോദിച്ചത് 3 ഭാഗം എന്ന് പറയുന്നത് എത്ര? ക്രോസ് ചെയ്യാമല്ലോ. 3 × 90 ഈക്വൽ ടു 15 × x. ഓക്കെ, 15 അപ്പുറത്തേക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 × 90 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു എക്സ്. 15ഉം 90 എത്ര പ്രാവശ്യം? 2 6 പ്രാവശ്യം. സോ 6 × 3 18. എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? 18 എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്പറാണ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ചെറിയ ചെറിയ നമ്പേഴ്സ് നമ്മൾ എന്തായാലും ചെയ്ത് ശീലിച്ചിട്ടുള്ള സംഖ്യകളായിരിക്കും. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 തവണ, ഇതും ഇതിൻ്റെ തൊട്ടടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. +2 ലെവലിൻ്റെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. നോക്കി, 7:348. അങ്ങനെയെങ്കിൽ 8 എത്ര? 7ഉം 348 തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. 7 300-ൽ പോയില്ലേ? അപ്പോൾ എന്തായിരിക്കും അവർ തമ്മിലുള്ളൊരു ബന്ധം? 7ന് എന്തായാലും എന്തോ കൊണ്ട് കൂട്ടിയതാവാൻ വഴിയില്ല, മൾട്ടിപ്ലൈ ചെയ്താവാൻ വഴിയില്ല. ഇങ്ങനെ ഒരുപാട് വലുത് വരുമ്പോൾ സ്ക്വയർ, ക്യൂബ്, റൈസ് ടു 4 പവർ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ചിന്തിച്ച് നോക്കുക. 7ൻ്റെ ക്യൂബ് എടുത്താൽ 343 എന്ന് കിട്ടും. ഓക്കെ, എൻ്റെ ചോദ്യത്തിൽ 348 ആണ്. അതായത് ഇതിനോട് ഞാൻ എത്ര കൂട്ടി? ഒരു 5 കൂട്ടി, 348. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8ൻ്റെ ക്യൂബ് എടുക്കുക, 512. അതിനോടും അതേ സംഖ്യ തന്നെ കൂട്ടിയാൽ മതി, 5 കൂട്ടിയാൽ മതി. 517. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, 7ൻ്റെ ക്യൂബ് എടുത്തു, 5 കൂട്ടി. സോ 8ൻ്റെ ക്യൂബ് എടുക്കുക, 5 കൂട്ടുക. ഇതുപോലെ അടുത്ത ചോദ്യം പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. 7:349. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. 7ൻ്റെ ക്യൂബ് എത്രയാണ്? 343. അതിനോടൊരു 6 കൂട്ടിയാൽ എന്ത് കിട്ടും? 349 കിട്ടും ഇല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ്? 9ൻ്റെ ക്യൂബിനോട് ആദ്യം 9ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാം. 729. അതിനോട് എത്ര തന്നെ കൂട്ടുക? ഒരു 6 കൂട്ടുക. 9നോട് 6 കൂട്ടിയാൽ 15 3 7 735. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ഇനി ചില ആൾക്കാർക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാവാം.
ഇവിടെ 7 എന്ന് പറയുന്ന സംഖ്യ, ഇവിടെ 6 സംഖ്യ, 7ൽ നിന്ന് 1 കുറച്ച സംഖ്യ കൂട്ടി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ. 343 എടുത്തു, അത് കഴിഞ്ഞ് 7ൽ നിന്ന് 1 കുറച്ച് കൂട്ടി. അങ്ങനെ ഇവിടെ 729 എടുത്തു, അത് കഴിഞ്ഞ് 9ൽ നിന്ന് 1 കുറച്ച് കൂട്ടി, അതായത് 729 + 8. ലോജിക്കലി ചിന്തിക്കാം, തെറ്റല്ല. പക്ഷേ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 17 737 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെ ഇല്ല, നമ്മുടെ ആൻസർ ആയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ഉത്തരമാകുമായിരുന്നു. അവിടെ ചിന്തിച്ച പാറ്റേൺ അങ്ങനെയും വരാം. 7ൻ്റെ ക്യൂബ് + 7ൽ നിന്ന് 1 കുറച്ച സംഖ്യ, അപ്പോൾ 9ൻ്റെ ക്യൂബ് + 9ൽ നിന്ന് 1 കുറച്ച സംഖ്യ, അങ്ങനെയും വരാം. പക്ഷേ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 735. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. നമ്മൾ നിർബന്ധമായിട്ട് 1 മുതൽ ഒരു 25 വരെയെങ്കിലുള്ള സ്ക്വയറും അതുപോലെ തന്നെ 1 മുതൽ 10 വരെയെങ്കിലുള്ള ക്യൂബും പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ കിട്ടും. 216, 343, ഒരു ബ്ലാങ്ക് ഉണ്ട് 729. ഓക്കെ, ഇവിടെ നമ്മൾ പൊതുവേ ആദ്യം ഇവർ തമ്മിൽ ഡിഫറൻസ് എത്ര അങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊന്നും വേണ്ട, ഇത്രയും നോക്കിയാൽ മതി. 216 എന്ന് പറയുന്നത് എന്താണ്? 6ൻ്റെ ക്യൂബാണ്. 343 എന്ന് പറയുന്നത് എന്താണ്? 7ൻ്റെ ക്യൂബാണ്. അടുത്തൊരു ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 729 എന്ന് പറയുന്നത് 9ൻ്റെ ക്യൂബാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ ആരേ വരത്തുള്ളൂ? 8ൻ്റെ ക്യൂബേ വരത്തുള്ളൂ. 8ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 512. ഓക്കെ, ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഈ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ഫെമിലിയറൈസ് ചെയ്ത് വെക്കണം. അതിന് 1 മുതൽ 25 വരെയുള്ള സ്ക്വയർ, അതുപോലെ തന്നെ 1 മുതൽ 10 വരെയുള്ള 15 വരെയുള്ളത് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ക്യൂബ് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, വിട്ടുപോയ സംഖ്യ ഏത്? ഇത് നല്ലൊരു ചോദ്യമാണ്. 10, 43, 175 ഡാഷ്, അത് കഴിഞ്ഞ് 2000. നിങ്ങൾ നോക്കേണ്ടത് 10നോട് ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടിയെന്ന് കരുതുക. 33 കൂട്ടിയാൽ 43 കിട്ടും. അതിനോട് വീണ്ടും ഒരു 33 കൂട്ടിയാൽ എനിക്ക് 175 കിട്ടുമോ? ഇല്ല. അതുപോയിട്ട് ആകപ്പാടെ 4 പേര് കഴിഞ്ഞത് 2000-ലെത്തി. 10ൽ തുടങ്ങി 2000-ലെത്തി. അപ്പോൾ എന്തായാലും എന്തല്ല, വെറും അഡിഷൻ അല്ല. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനോ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും പാറ്റേണേ വരത്തുള്ളൂ. 100% ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. കാരണം ഒരു ചെറിയ സംഖ്യയിൽ തുടങ്ങി വളരെ പെട്ടെന്ന് വലിയ സംഖ്യയിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്താവത്തില്ല, വെറും നോർമൽ അഡിഷൻ ആവത്തില്ല. മൾട്ടിപ്ലിക്കേഷൻ മിക്സ്ഡ് വിത്ത് അഡിഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷനും അതിനോടൊപ്പം അഡിഷനും അങ്ങനെയൊക്കെ വരാം, അല്ലാതെ വെറുതെ അഡിഷൻ വരത്തില്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പോസിബിലിറ്റി കൂടി നമുക്ക് നോക്കാം. 10നെ എങ്ങനെ 43 ആക്കാം? ഞാൻ നമ്പർ ഒന്നുകൂടെ എഴുതാം, അതായിരിക്കും നല്ലത്. നോക്കിയേ, 10നെ ഞാനൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ 40 ആവും. അതിനോടൊരു 3 കൂട്ടുന്നു, സോ എനിക്ക് എന്ത് കിട്ടും? 43 കിട്ടും ഇല്ലേ. 43നെ എഗെയിൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 43 × 4 2 17, 172. അതിനോടൊരു 3 കൂട്ടിയാൽ 175 കിട്ടുമല്ലോ. അപ്പോൾ × 4 ചെയ്തു, +3 ചെയ്തു. അപ്പോൾ ഇവിടെയും × 4 + 3 43, വീണ്ടും × 4 + 3 175. അപ്പോൾ എൻ്റെ പാറ്റേൺ കൺഫേം ആയി. 175നെ എന്ത് ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു 3 കൂട്ടുക. 175 × 4, 5 4 20, 28 2 30, 4 3 7, 700 + ഒരു 3, സോ 703. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. ഓക്കെ, ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. തിരിച്ചറിയാനുള്ള മാർഗ്ഗം ഇതാണ്. ചെറിയൊരു സംഖ്യയിൽ തുടങ്ങി വളരെ പെട്ടെന്ന്, അതായത് ഒരു 3 4 പേര് കഴിയുമ്പോൾ തന്നെ 2000-ലെത്തി. അപ്പോൾ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വെറും അഡിഷൻ മാത്രം ചിന്തിച്ച് സമയം കളയരുത്. മൾട്ടിപ്ലിക്കേഷനോ സ്ക്വയറോ അങ്ങനെയുള്ള പാറ്റേണിലേക്ക് എന്ത് ചെയ്യുക? ചിന്തിക്കുക പെട്ടെന്ന് തന്നെ. നമുക്കൊരു 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗ്ഗം 64 ആയാൽ സംഖ്യയിൽ വരുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ എക്സ് നടത്തു, അതിനോട് 3 കൂട്ടിയതിൻ്റെ വർഗ്ഗം 64. ഓക്കെ, ചോദ്യത്തിൽ ഞാൻ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ ആക്കി. ഇത്രയേ ഉള്ളൂ. ഒരു സംഖ്യ എക്സ്, ഒന്നുകൂടി എഴുതാം. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗ്ഗം 64 കഴിഞ്ഞു. സ്ക്വയർ ഇപ്പുറത്തേക്ക് വന്നാൽ റൂട്ട് ആവും. സോ x + 3 = √64. 64ൻ്റെ റൂട്ട് എത്രയാണ്? 8. x + 3 = 8. അപ്പോൾ x +3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 8 - 3 5. ഓപ്ഷൻ എ. ഇതേപോലെ നമുക്ക് അടുത്തൊരെണ്ണം കൂടെ ചെയ്യാം. ഒരു സംഖ്യയുടെ 2 കൂട്ടിയതിൻ്റെ വർഗ്ഗം 36. ഒരു സംഖ്യ എക്സ് എന്നെടുത്തു, അതിനോട് 2 കൂട്ടി,
അതിൻ്റെ വർഗ്ഗം എടുക്കുമ്പോൾ എത്ര 36. അങ്ങനെയെങ്കിൽ സംഖ്യ എത്ര? സ്ക്വയർ ആദ്യം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ എക്സ് പ്ലസ് 2 ഈക്വൽ ടു റൂട്ട് 36. 36ൻ്റെ റൂട്ട് എത്രയാണ്? 6 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 6. അപ്പോൾ എക്സ് ഈക്വൽ ടു +2 ഇപ്പുറത്തേക്ക് വരും, -2 ആവും. 6 - 2 4. ഓപ്ഷൻ ബി. ഓക്കെ. അടുത്ത ചോദ്യം, എ ഈക്വൽ ടു ഇൻറ്റു ബി ഈക്വൽ ടു മൈനസ് സി ഈക്വൽ ടു പ്ലസ് ഡി ഈക്വൽ ടു ഡിവൈഡ് തന്നേക്കുന്ന ഒരു പാറ്റേൺ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ എക്കും ബിക്കും സിക്കും ഡിക്കും വരെ ഈ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 15 എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 5. സി എന്ന് പറഞ്ഞാൽ ആരാണ്? പ്ലസ് 18. അടുത്ത ബി എന്ന് പറഞ്ഞാൽ ആരാണ്? -40. ഡി എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 8. ബോഡ് മാസ് റൂൾ നോക്കുക. ആദ്യം ആരെ ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. 40 ഡിവൈഡ് ബൈ 8 5 എന്ന് കിട്ടും. രണ്ടാമത് ആരെ ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 15 × 5 75. ഇനി എടുത്ത് എഴുതാം 75 + 18 - 5. ഇനി നമുക്ക് ഏത് ഓർഡറിൽ ചെയ്താലും കുഴപ്പമില്ല. തന്നേക്കുന്നതിനകത്ത് പ്ലസും മൈനസും മാത്രമേ ഉള്ളൂവെങ്കിൽ ബോർഡ് മാസ് റൂളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് ഓർഡറിൽ വേണോ ചെയ്യാം. ഓക്കെ, ഒരു കുഴപ്പമില്ല. തന്നേക്കുന്നതിനകത്ത് പ്ലസ് മൈനസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇടയിൽ ഇൻറ്റു ഒന്നുമില്ല, ഡിവൈഡ് ഒന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലസ് മൈനസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഏത് ഓർഡറിൽ വേണോ ചെയ്യാം. സോ 75 - 5 70. 70നോട് 18 കൂട്ടിയാൽ 88. ഓപ്ഷൻ ഡി. ഇനി അതല്ലേ 75നോട് 18 കൂട്ടിയാൽ 93 വരും. 93ൽ നിന്ന് 5 കുറച്ചാലും 88. ഏത് ഓർഡർ ചെയ്താലും ആൻസർ ഒന്ന് തന്നെയാണ്. അടുത്തിടെ ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അജിനയുടെ റാങ്ക് മുകളിൽ നിന്ന് 14-മതും താഴെ നിന്ന് 31-മതും. 6 കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ആദ്യം നമുക്കിവിടെ തന്നിട്ടുള്ള ഡേറ്റ നോക്കാം. ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അജിതയുടെ റാങ്ക് മുകളിൽ നിന്ന് 14-മത്, താഴെ നിന്ന് 31-മത്. പൊസിഷൻ എടുക്കാൻ അറിയാമല്ലോ. ഒരേ ആളിൻ്റെ കാര്യമാണ്. ഫ്രണ്ടിൽ നിന്ന് 14-മത്, ബാക്കിൽ നിന്ന് 31-മത്. സോ ആ ഒരാളിനെ 2 തവണ കൗണ്ട് ചെയ്തു ഇല്ലേ? അപ്പോൾ 2 പൊസിഷനോടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും? 1 അതിൽ നിന്ന് കുറയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു ലൈനിൽ ഞാൻ മുന്നിൽ നിന്ന് 10-മത്, പിന്നിൽ നിന്ന് 20-മത്. ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 + 20 30 എന്ന് എഴുതരുത്, തെറ്റാണ്. ഇവിടെ നിന്ന് 10 പേരുണ്ട്, ഇവിടെ നിന്ന് 20 പേരുണ്ട്. 10, 20, 30 ഉണ്ട്. പക്ഷേ എന്നെ എത്ര തവണ കൗണ്ട് ചെയ്തു? 2 തവണ കൗണ്ട് ചെയ്തു. സോ അതിൽ നിന്ന് 1 കുറയ്ക്കേണ്ടി വരും. സോ -1. 31ൽ നിന്ന് 1 കുറച്ചാൽ 30. 30ഉം 14ഉം 44. 44 പേരാണ് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലുള്ളത്. 6 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ എഴുതാത്ത പേരും കൂടെ അതിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ മൊത്തം 50 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എൻ്റെ ചോദ്യത്തിൽ ശ്രദ്ധിക്കുക, പരീക്ഷ എഴുതിയ ആൾക്കാരിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതാണ് 14, 31 പറഞ്ഞേക്കുന്നത്. ആ ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതാത്ത 6 പേരുടെയുണ്ട്. സോ ആ ലിസ്റ്റിൽ മൊത്തം 44 പേരുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ 6 പേര് പരീക്ഷ എഴുതാത്തവരുമുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ പേർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്ന്. കാരണം എന്താണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. ഇവിടെ നോക്കിയാൽ 41, 3, 7, 47 എല്ലാം ഓഡ് നമ്പേഴ്സാണ്. അടുത്തതിൽ 1, 3, 5, 7. ഓക്കെ. 11, 17, 13, 19, 3, 7, 13, 17 എല്ലാ ആൾക്കാരും ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഓഡ് ഈവൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അല്ല. ഇത് തന്നിരിക്കുന്നതിൽ ആരും സ്ക്വയർ അല്ല, ക്യൂബ് അല്ല, ആരുടെയും റൂട്ടല്ല, ആരുടെയും ക്യൂബ് റൂട്ടല്ല, അങ്ങനെ പ്രത്യേകിച്ച് സംഖ്യകളൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ട ക്ലാസിഫിക്കേഷൻ പ്രൈം ആണോ എന്ന് നോക്കുക. ഓക്കെ. 41 പ്രൈം നമ്പറാണ്. 3 പ്രൈം നമ്പർ, 7, 47 എല്ലാം പ്രൈം നമ്പറാണ്. 11, 17, 13, 19 പ്രൈം നമ്പറുകളാണ്. 3, 7, 13, 17 എല്ലാം പ്രൈം നമ്പറാണ്. 7, 5, 3 പ്രൈം നമ്പറാണ്. പക്ഷേ 1 പറയുന്നയാൾ എന്തല്ല? പ്രൈമുമല്ല, കോമ്പോസിറ്റുമല്ല. എന്താണ് പ്രൈം? ഒരു സംഖ്യയ്ക്ക് 2 ഫാക്ടറേ ഉള്ളൂവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ. 2ൽ കൂടുതൽ ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. 1 പറയുന്ന സംഖ്യ പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല. സോ ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. കാരണം ബാക്കി 3 ഓപ്ഷൻസിലും 4 പേരും പ്രൈമാണ്. ഇവിടെ മാത്രമാണ് ഒരാൾ വ്യത്യാസമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വീണ്ടും ഒറ്റയാനെ കണ്ടെത്തുക. 108, 146, 18, 90 ഈവൻ നമ്പറാണോ? എല്ലാവരും ഈവനാണ്. കഴിഞ്ഞു. അപ്പോൾ അവിടെ നോക്കാനില്ല. പ്രൈം ആണോ? എല്ലാം ഈവൻ ആയതുകൊണ്ട് എന്താവത്തില്ല? പ്രൈം ആവത്തില്ല. ഇനി സ്ക്വയർ ആണോ?
18ഉം 90ഉം 108 146 ഒന്നും ആരുടെയും സ്ക്വയർ അല്ല, ആരുടെയും ക്യൂബും അല്ല, ആരുടെയും റൂട്ടും അല്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് മാറ്റി നിർത്താം. ഓക്കെ, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വർക്ക് ആവത്തില്ല. ഈവൻ അല്ല, ഓഡല്ല, പ്രൈം കോമ്പോസിറ്റ് അങ്ങനെയല്ല, സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളല്ല. അപ്പോൾ നോക്കേണ്ടത് ആരുടെയെങ്കിലും മൾട്ടിപ്പിൾ ആണോ, ഏതെങ്കിലും കോമൺ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ടോ. ഇതെന്ന് പറയുന്നത് 9 × 10 അല്ലേ, ഇയാൾ 9 × 2 ഇയാൾ 9 × 12 ഇതിനെ എനിക്ക് 9 ഇൻറ്റു എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, 2 × 73 എന്നേ പറയത്തുള്ളൂ. സോ ബാക്കി 3 പേരും എന്താണ്, 9ൻ്റെ മൾട്ടിപ്പിളാണ്, ഒരാൾ മാത്രമാണ് ഡിഫറൻറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ എന്ന് ഞാനിവിടെ പെട്ടെന്ന് എഴുതി. ഇനി ഇങ്ങനെ 9ൻ്റെ മൾട്ടിപ്പിൾ അറിഞ്ഞുകൂടാത്തവരെന്ത് ചെയ്യും? ഇത്രയും നോക്കിയാൽ മതി. 1 8 കൂട്ടിയാൽ എത്രയാണ്? 9. 1 8 കൂട്ടിയാൽ എത്രയാണ്? 9. 9ഉം കൂട്ടിയാൽ എത്രയാണ്? 9. 9ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം അക്കങ്ങളെ കൂട്ടിയാൽ എത്ര കിട്ടും? 9 കിട്ടും. ഇവിടെ 6 4 10 1 11 കൂട്ടുമ്പോൾ 11 വരുന്നത്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ ബി. ഓക്കെ, ഒറ്റയാണ് ഓപ്ഷൻ ബി. നമുക്കൊരു 2 ചോദ്യം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ അടുത്ത ചോദ്യം, 6 പേരുടെ നിരയിലിരിക്കുന്നു. y ആണ് എക്സിനും 6നും ഇടയിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സിനും 6നും ഇടയിൽ y, എക്സ് വൈ 6 ഇങ്ങനെയും വരാം, ആർ വൈ എക്സ് ഇങ്ങനെയും വരാം. എക്സ് ആണ് ഇസഡിന് അടുത്തിരിക്കുന്നത്. അപ്പോൾ ഇസഡ് ഇവിടെ അടുത്തേ വരത്തുള്ളൂ. അങ്ങേയറ്റം ഇടതുവശത്തിരിക്കുന്ന പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ അങ്ങേയറ്റമാണോ അറിയത്തില്ല. നമുക്ക് എവിടെ വേണോ കൊടുക്കാം. നമ്മൾ നോക്കാനുള്ളത് പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. അപ്പോൾ ഇസഡിൻ്റെ അടുത്താണ് ആര് വരുന്നത്? പി വരുന്നത്. ഓക്കെ, ക്യൂ 6-ന് ആറിനടുത്ത് ക്യൂ, 6-ന് ക്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സിനോട് ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണ്? എക്സിനോട് ചേർന്ന് ഇസഡും വൈയും. ഇവിടെ നോക്കിയാലും ഇസഡും വൈയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇസഡും വൈയും, ഓപ്ഷൻ എ. അല്ലാതെ പി ഇപ്പുറത്ത് വരുന്നു, പി അപ്പുറത്ത് വരുന്നു അങ്ങനെ നോക്കണ്ട. അങ്ങനെ വരുന്ന ചോദ്യങ്ങളുണ്ട്. അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കും പി ഇടത്തെ അറ്റത്തിരിക്കുന്നു അല്ലെങ്കിൽ വലത്തെ അറ്റത്തിരിക്കുന്നു. അല്ലാതെ അങ്ങേയറ്റം ഇങ്ങേയറ്റം എന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ 2 രീതിയിൽ എന്തായിരിക്കും, ഒരേ ആൻസർ വരുന്ന ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ക്യൂവിൻ്റെയോ ആറിൻ്റെയോ പിയുടെയോ കഥ എനിക്ക് ആവശ്യമില്ല. എക്സ് ഇസഡ് വൈ ഈ 3 പേരെ കണക്ട് ചെയ്യുന്ന കഥ കുറേ ചെയ്ത് പ്രാക്ടീസ് ആയവർക്ക് ഇത്രയും നീളത്തിൽ എഴുതാതെ ഒറ്റയടിക്കുക, അവരെ മാത്രം കണക്ട് ചെയ്ത് ഉത്തരം എടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പം അത്രയും വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് എഴുതുമ്പോൾ കിട്ടുന്നുണ്ട്, ജസ്റ്റ് എടുക്കുക. ഓക്കെ, നമ്മുടെ അവസാനത്തെ ചോദ്യം, 4 സുഹൃത്തുക്കൾ പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. കഥ തുടങ്ങുവാണ്. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. സോ റാം എന്ന് പറയുന്നത് രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. അതുപോലെ തന്നെ ജയിനേക്കാൾ 3 മാസം ഇളയതുമാണ്. ആരാണ്? റാമിൻ്റെ കഥ പറഞ്ഞാണ് തുടങ്ങിയത്. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതും ജയിനേക്കാൾ 3 മാസം ഇളയതും. സോ ജയിനേക്കാൾ 3 മാസം ഇളയതുമാണ്. ഇനി രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. രാജിനേക്കാൾ 1 മാസം മൂത്തത്, 1 മാസം എന്ന് പറയുമ്പോൾ ഇവിടെ വരത്തുള്ളൂ. കാരണം 2 മാസം മൂത്തത് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 1 മാസം എന്ന് പറയുമ്പോൾ ഇവിടെ വരത്തുള്ളൂ. ആര്? സാം. 4 പേരായല്ലോ. അങ്ങനെയെങ്കിൽ അധികം ആർക്കാണ് ലഭിക്കേണ്ടത്? ആർക്കാണ്? ജയ്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. റാം രാജ്. ഇവിടെ കോമ ഇട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുക. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്, കോമ ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. അതായത് 2 കണ്ടീഷനും കണക്ട് ചെയ്യുന്ന ആരെയാണ്? റാമിനെയാണ്. സോ ഒരാൾ റാമിനേക്കാളും 2 മാസം മൂത്തത്, അടുത്തത് ജയിനേക്കാൾ 3 മാസം ഇളയത്, അടുത്ത 1 മാസം മൂത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലേ വരത്തുള്ളൂ. ഏറ്റവും മുകളിൽ എന്തേ വരത്തുള്ളൂ? ജയ്യേ വരത്തുള്ളൂ. ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നമ്മൾ 10th ലെവലിൻ്റെയും +2 ലെവലിൻ്റെയും പ്രീവിയസ് ചോദിച്ച ചോദ്യങ്ങൾ. ഇതിൽ കുറേ ചോദ്യങ്ങൾ ഒരേ പാറ്റേണിൽ നമ്മൾ കണ്ടിരുന്നു ഇല്ലേ? ആ 7:348, 7:349 അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഏകദേശം ഒരേ പാറ്റേൺ ആയിരുന്നു. നമ്മൾ ചോദ്യപേപ്പറുകൾ പ്രീവിയസ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം ചോദിച്ച ചോദ്യങ്ങളാണ്. ഒരേ പാറ്റേണിൽ എന്ത് ചെയ്യാറുണ്ട്? റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്രയും നിർബന്ധമായിട്ട് പഠിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പഠിച്ച 3 മോഡലുകൾ, അതായത്
ക്ലോക്കിൻ്റെ കണക്ക് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, മിറർ ഇമേജ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്. ഇക്വേഷൻസ് ഒന്നും വേണ്ട, നമുക്ക് ഷോർട്ടായിട്ട് എടുക്കാം. രണ്ടാമത് കലണ്ടറിൻ്റെ ചോദ്യങ്ങൾ, മൂന്നാമത് ഡയറക്ഷൻസിൻ്റെ ചോദ്യങ്ങൾ. ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളാണ് ഡയറക്ഷൻസ്. എഴുതുമ്പോൾ എന്ത് ചെയ്യരുത്, ദിശകൾ ഇടത് വലത് തെക്ക് വടക്ക് തിരിഞ്ഞു പോകരുത്. നിങ്ങൾക്ക് ഡൗട്ട് വരുമെന്നുണ്ടെങ്കിൽ ചോദ്യപേപ്പറിൻ്റെ സൈഡിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ റഫ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എഴുതി വെക്കുക നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ളത്. അതിൽ തന്നെ നമ്മൾ നേരെ പേപ്പർ ഇരിക്കുമ്പോൾ നമ്മുടെ വലതുവശമാണ് എന്ത്, ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വലതുവശത്ത് പേപ്പറിന് നേരെ തിരിഞ്ഞിരിക്കുമ്പോൾ വലതുവശത്താണ് ഈസ്റ്റ്. അങ്ങനെ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് എഴുതി തുടങ്ങി കഴിഞ്ഞാൽ അതൊരിക്കലും തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ടും ചെയ്ത് പഠിക്കുക. വരുന്ന പരീക്ഷകൾക്ക് എല്ലാവർക്കും വിജയങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.